Good afternoon, all. Good afternoon, ma'am. Good afternoon, ma'am. Okay, നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് വെന്റിലേറ്റർ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തു. ദെൻ അതിനൊരു ഇൻട്രൊഡക്ഷൻ ഭാഗം, ഇൻട്രൊഡക്ഷൻ പോർഷൻ മാത്രമാണ് നമ്മൾ പറഞ്ഞത്. വായിച്ചായിരുന്നു എല്ലാവരും? വെന്റിലേറ്റർ നമ്മൾ എടുത്തത്രയും ഓക്കെയാണ് എല്ലാവരും? വായിച്ചോ? ഓക്കെ, ദെൻ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഒരു പ്രാവശ്യം ഒന്ന് വായിക്കാം കേട്ടോ. ഇൻട്രൊഡക്ഷൻ പാർട്ട് ഒന്ന് വായിച്ചു നോക്കാം. ദെൻ കണ്ടിന്യൂഷൻ ആണ് എടുക്കുന്നത്. ജസ്റ്റ് ഫസ്റ്റ് സെക്ഷൻ ഒന്ന് വായിക്കാം കേട്ടോ. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തോ? ഒരു പ്രാവശ്യം ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി. ഓക്കെ, അപ്പൊ നമ്മൾ വെന്റിലേറ്റർ എന്ന് പറഞ്ഞു കണ്ടു അല്ലെ? വെന്റിലേറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ ഒരു എക്യുപ്മെന്റ് ആണ്. നമ്മുടെ ലങ്സിന്റെ വർക്കിനെ അസിസ്റ്റ് ചെയ്യുന്ന ഒരു എക്യുപ്മെന്റ് ആണ്. നമുക്ക് ലൈഫ് സേവിങ് ഒരു മെഷീൻ ആണ് അല്ലെ? നമ്മളുടെ ജീവൻ രക്ഷ യന്ത്രമായിട്ട് നമുക്ക് പറയാം. ദെൻ പേഷ്യന്റിന് ആവശ്യമായിട്ടുള്ള എയറിന് നമ്മുടെ ലങ്സിലോട്ട് പമ്പ് ചെയ്യുന്നു. ദെൻ പിന്നെ നമ്മൾ പറഞ്ഞു രണ്ട് പേരുകളിലാണ് വെന്റിലേറ്റർ അറിയപ്പെടുന്നത്. ഏതൊക്കെയായിരുന്നു രണ്ട് പേരുകള്? വെന്റിലേറ്ററിന് കൂടാതെ മറ്റു രണ്ട് പേരുകളിൽ അറിയപ്പെടുന്നത് എന്തൊക്കെയായിരുന്നു? ബ്രീത്തിങ് മെഷീൻ, ദെൻ മെക്കാനിക്കൽ വെന്റിലേഷൻ. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത്. ഇനി നെക്സ്റ്റ് നോക്കാം. സം ഓഫ് ദ ഹെൽത്ത് കണ്ടീഷൻസ് ദാറ്റ് മേ റിക്വയർ വെന്റിലേറ്റേഴ്സ്. വെന്റിലേറ്ററിന് ആവശ്യമായി വരുന്ന ഹെൽത്ത് കണ്ടീഷൻസ് ഏതൊക്കെയാണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നോ? ഡിസ്കസ് ചെയ്തോ? നിങ്ങളെ കൊണ്ട് ഞാൻ കുറച്ച് പോയിന്റ്സ് പറയിപ്പിച്ചെന്നുള്ളൂ അല്ലെ? ടെക്സ്റ്റിലുള്ളത് ഡിസ്കസ് ചെയ്തില്ലല്ലോ? ചെയ്തോ? ഇല്ല. ഓക്കെ, അപ്പോ ഏതെല്ലാം സിറ്റുവേഷൻസിലാണ് നമ്മൾ അല്ലെങ്കിൽ ഏതെല്ലാം മെഡിക്കൽ കണ്ടീഷനാണ് പേഷ്യൻസിന് നമ്മുടെ വെന്റിലേറ്ററിൽ ആവശ്യമായി വരുന്നത്? ചെറിയൊരു പനിയോ ചുമയോ ആയിട്ട് വരുന്ന പേഷ്യൻസിന് നമുക്ക് വെന്റിലേറ്ററിൽ അഡ്മിറ്റ് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ വെന്റിലേറ്ററിൽ അഡ്മിറ്റ് ചെയ്യാറുണ്ടോ? നിങ്ങളുടെ അറിവിൽ എങ്ങനെയാണ്? ചെറിയ എന്തെങ്കിലും ചെറിയ ഇഷ്യൂസ് ആയിട്ട് ചെല്ലുന്നവർ നമ്മൾ അഡ്മിറ്റ് ചെയ്യാറില്ല അല്ലേ? കുറച്ചും കൂടി മോർ ക്രിട്ടിക്കൽ ആയിട്ടുള്ള കണ്ടീഷൻ ഒക്കെ ആകുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഹോസ്പിറ്റലിൽ വെന്റിലേറ്ററിലാണ് അഡ്മിറ്റ് ചെയ്യുന്നത്. അപ്പോ ഏതെല്ലാം ഹെൽത്ത് കണ്ടീഷൻസ് വരുമ്പോഴാണ് നമ്മൾ ഒരു പേഷ്യന്റിനെ വെന്റിലേറ്ററിൽ അഡ്മിറ്റ് ചെയ്യുന്നതെന്നാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. ശ്രദ്ധിക്കാം, ഓരോ പോയിന്റ്സ് നമുക്ക് പറയാം. ഫസ്റ്റ് വൺ, ARDS. ഫുൾ ഫോം നോക്കാം. Acute Respiratory Distress Syndrome. ഓക്കെ, ARDS. എക്സാമിന് ഫുൾ ഫോമുകൾ ചോദിക്കോട്ടോ, അപ്പൊ പഠിക്കണം നിങ്ങള്. ARDS, Acute Respiratory Distress Syndrome. ARDS എന്ന് പറയുന്നത് ശ്വസന പരാജയത്തെയാണ്. അതായത് പേഷ്യന്റിന് ബ്രീത്തിങ് മീൻസ് നോർമൽ ആയിട്ട് സ്വന്തമായിട്ട് ശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു അവസ്ഥ, അതിനെയാണ് നമ്മൾ ARDS എന്ന് വിളിക്കുന്നത്. എക്സാമ്പിൾ പറയുന്നെങ്കിൽ സിയാനോസിസ് എവിടെയെങ്കിലും പഠിച്ചതായിട്ട് ഓർക്കുന്നുണ്ടോ? സിയാനോസിസ്, ജോണ്ടിസ്, സിയാനോസിസ്, ഫേഷ്യൽ പാരലിസിസ് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ പഠിച്ചത് എവിടെയെങ്കിലും? യെസ്, എവിടെയാണ്? എവിടെയാണെന്ന് ചോദിക്കട്ടെ. നിങ്ങൾ ഡെയിലി പഠിക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണമല്ലോ. എവിടെയാണ് നമ്മൾ പഠിച്ചത് സിയാനോസിസ്? ഡിസ്ക്ലറേഷൻ ഓഫ് സ്കിൽസിൽ പഠിച്ചോ? നിങ്ങൾ അവിടെയാണോ പഠിച്ചത്? ഡിസ്ക്ലറേഷൻ ഓഫ് സ്കിൻ അല്ലേ? പഠിച്ചില്ലേ നിങ്ങള്? നമ്മുടെ സ്കിന്നിലെ ഡിസ്ക്ലറേഷൻ മൂലം ജോണ്ടിസ്, മഞ്ഞപ്പിത്തം, അതുപോലെ തന്നെ സിയാനോസിസ്. എന്താണ് സിയാനോസിസ്? ഓർമ്മയുണ്ടോ? ആരെങ്കിലും ഒന്ന് ആൻസർ പറയാമോ? സിയാനോസിസ് എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോയ കാര്യമാണ്. സിയാനോസിസ് ആർക്കും ഓർമ്മയില്ല? ഒരാൾക്കൊന്നും ഓർമ്മയില്ല? ഔട്ട് പേഷ്യന്റിലല്ലേ നമ്മൾ പഠിച്ചത്? ആണോ? ഔട്ട് പേഷ്യന്റിലാണോ പഠിച്ചത്? അതും ഓർമ്മയില്ല.
ഓക്കെ, അപ്പോ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കണം കേട്ടോ, എങ്കിലും നമുക്ക് ഇതുപോലെ ഓരോന്നും കണക്ട് ചെയ്തൊക്കെ പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോ സിയാനോസിസ് പോലുള്ള സിറ്റുവേഷൻസ്, സിയാനോസിസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും വിഷാംശം നമ്മളുടെ ശരീരത്തിന് ഉള്ളിൽ പ്രവേശിക്കുമ്പോൾ നമ്മൾ സ്കിൻ നീല ഒരു ബ്ലൂ ഷെയ്ഡായി മാറുന്നത് ഓർമ്മയുണ്ടോ? ഇപ്പൊ ഞാൻ പറഞ്ഞപ്പോ ഓർമ്മ കിട്ടിയോ? ഓക്കെ, അപ്പോ നമ്മുടെ ശരീരത്തിൽ ഇപ്പൊ ഓർമ്മ വന്ന് കാണുമല്ലേ കുറെ പേർക്ക്. ഓക്കെ, അപ്പൊ നമ്മുടെ ശരീരത്തിൽ വിഷാംശം, ഇപ്പൊ നമ്മൾ പറയാം പാമ്പ് കടിയേറ്റിട്ടുണ്ടെങ്കിലൊക്കെ ഇതുപോലെ ബ്ലൂ ഷെയ്ഡ് ആകും. അപ്പൊ അങ്ങനെ എന്തെങ്കിലും വിഷാംശം ശരീരത്തിനുള്ളിൽ പ്രവേശിക്കുമ്പോൾ നമ്മുടെ ശരീരം ടോട്ടലി ഒരു നീല നിറമായി മാറുകയും ശ്വസന പരാജയം സംഭവിക്കും. നോർമൽ ബ്രീത്തിങ് സാധ്യമാകില്ല. സോ അങ്ങനെ ശ്വസന പരാജയം സംഭവിക്കുന്ന ആ ഒരു കണ്ടീഷനെയാണ് നമ്മൾ അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലെ ബ്രാക്കറ്റില് ശ്വസന പരാജയം എന്ന് മലയാളത്തിൽ തന്നെ എഴുതി വെക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ നാളെ വായിക്കുമ്പോൾ എന്താണ് ARDS എന്ന് ഡൗട്ട് ആവും. ഓക്കെ, ശ്വസന പരാജയം മലയാളത്തിൽ തന്നെ എഴുതി വെക്കുക കേട്ടോ. പറയുന്ന കാര്യങ്ങള് അപ്പൊ എഴുതി വെച്ച് പോണേ, അല്ലെങ്കിൽ പിന്നെ കൺഫ്യൂഷൻ ആയി പോകും. ഓക്കെ, ARDS എഴുതിയ എല്ലാവരും ശ്വസന പരാജയം. പുതിയ മെഡിക്കൽ ടേമുകൾ, നമ്മൾക്ക് പുതിയ മെഡിക്കൽ ടേമുകൾ കേൾക്കുമ്പോൾ നമുക്കറിയില്ലാത്ത കാര്യങ്ങൾ എഴുതി വെക്കാം. ഓക്കെ, then second one COPD. ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ്. നെക്സ്റ്റ് ഒരു കണ്ടീഷൻ ആണ് കേട്ടോ, ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് വിത്ത് ലോ ഓക്സിജൻ സാച്ചുറേഷൻ. നമ്മുടെ ഹ്യൂമൻ ബോഡിയിലെ ഓക്സിജൻ സാച്ചുറേഷൻ, അതായത് ഓക്സിജന്റെ അളവ് ലോ ആകുന്നത്, കുറയുന്ന ഒരു അവസ്ഥയാണ് COPD എന്ന് വിളിക്കുന്നത്. ലോ ഓക്സിജൻ സാച്ചുറേഷൻ. ഒരു ഹ്യൂമൻ ബോഡിയിൽ നോർമൽ എത്രയാണെന്ന് അറിയാമോ? ഓക്സിജൻ സാച്ചുറേഷൻ റേറ്റ് നോർമൽ എത്രയാണ് ഒരു ഹ്യൂമൻ ബോഡിയിൽ വേണ്ടുന്ന ഓക്സിജൻ റേറ്റ്? ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്ത് നോക്കൂ, ചിലപ്പോൾ ശരിയായാലോ. എത്രയായിരിക്കും നോർമൽ ഓക്സിജൻ റേറ്റ് എന്ന് പറയുന്നത്? ഗസ് ചെയ്ത് നോക്കൂ. 93. ഇനി വേറെ ആരുമില്ല ഗസ് അടിക്കാനായിട്ട്? ചുമ്മാ ഗസ് ചെയ്ത് നോക്കൂ, ശരിയായില്ലേ? എന്നിട്ട് എത്രയാണ് ഏകദേശം? ക്ലൂ വേണമെങ്കിൽ ഞാൻ പറയാം. ക്ലൂ വേണോ? 90 to 100 ഇടയിലാണ്. 90, 100 ഇടയിലാണ്. 90, 100 ഇടയിലാണ്. ഓക്കെ, 95 ആണ് കേട്ടോ കറക്റ്റ് ആൻസർ. 95 അല്ലെങ്കിൽ 96 to 95, 96 ആണ് ഒരു നോർമൽ റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ 95 to 100 എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ മിനിമം 95 എങ്കിലും ഓക്സിജൻ റേറ്റ് വേണം. ഈ 95ലും ഓക്സിജന്റെ അളവ് കുറവാകുമ്പോൾ അവർക്ക് ബ്രീത്തിങ് പ്രോബ്ലംസ് ഒക്കെ വരാം. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള പേഷ്യൻസിനെയാണ് നമ്മൾ COPD എന്ന് വിളിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഇപ്പോ 95 വേണ്ട എടുത്ത് ഒരു 60 ആയിരിക്കാം, അല്ലെങ്കിൽ 50 ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഓക്സിജൻ സിലിണ്ടറിന്റെ ആവശ്യം വന്നേക്കാം. നോർമൽ ബ്രീത്തിങ് സാധ്യമല്ലല്ലോ. സോ ഓക്സിജൻ സിലിണ്ടറിന്റെ ഒക്കെ സഹായത്തോടു കൂടിയൊക്കെ ആയിരിക്കണം ശ്വസിക്കുന്നത്. ഓക്കെ, അപ്പൊ അതാണ് COPD എന്ന് പറയുന്നത്, ഓക്സിജന്റെ അളവ് കുറയുന്ന ഒരവസ്ഥ. ഓക്കെ, അടുത്ത കണ്ടീഷൻ എന്ന് പറയുന്നത് ആസ്മ ഉള്ള പേഷ്യൻസിനൊക്കെ ചിലപ്പോൾ ഒരുപാട് ഏജിലൊക്കെ ആവുമ്പോൾ ആസ്മയൊക്കെ കൂടി വെന്റിലേറ്റർ ഒക്കെ ആവശ്യമായി വന്നേക്കാം. ദെൻ ബ്രെയിൻ ഇഞ്ചുറി, തലയ്ക്ക് മാരകമായിട്ടുള്ള ബ്രെയിൻ ഇഞ്ചുറി ഒക്കെ സംഭവിക്കുന്ന കേസ് ആണെങ്കിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞു ആക്സിഡന്റ് കേസസുകൾ അല്ലെ. ഇപ്പൊ കുറച്ചുകൂടി മേജർ ആയിട്ടുള്ള ബ്രെയിൻ ഇഞ്ചുറി ഒക്കെ ആണെങ്കിൽ അതിന് വെന്റിലേറ്റർ ആവശ്യമാണ്. ദെൻ കാർഡിയാക് അറസ്റ്റ്. എന്താ കാർഡിയാക് അറസ്റ്റ് എന്ന് പറയുന്നത്? ഹാർട്ട് അറ്റാക്ക് തന്നെയാണ് കാർഡിയാക് അറസ്റ്റ് എന്ന് വിളിക്കുന്നത് കേട്ടോ. ബ്രാക്കറ്റിൽ ഹാർട്ട് അറ്റാക്ക് എന്ന് എഴുതി വെക്കാം. ടെക്സ്റ്റ് ബുക്കില കാർഡിയാക് അറസ്റ്റിന്റെ നേരെ ബ്രാക്കറ്റില്ല ഹാർട്ട് അറ്റാക്ക് എന്ന് എഴുതി വെക്കാം. Okay, then next one, pneumonia related with viral or bacterial infections. Pneumonia, അത് ബാക്ടീരിയൽ ഇൻഫെക്ഷനും വൈറൽ ഇൻഫെക്ഷൻ ഒക്കെ ആയി പോകുന്ന ഒരു അവസ്ഥ. ന്യൂമോണിയ വന്നിട്ട് വൈറൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആവുന്നത്. എന്താണ് ഈ ന്യൂമോണിയ എന്ന് പറഞ്ഞാല്? ന്യൂമോണിയ കേട്ടിട്ടുണ്ടാകുമല്ലോ, കേട്ടിട്ടുണ്ടോ പേര്? ന്യൂമോണിയ എന്തുമായിട്ടാണ് ഈ ന്യൂമോണിയ? പനി. ഓക്കെ, ന്യൂമോണിയ എന്ന് പറഞ്ഞാലേ പനി വരുമ്പോൾ. ഓക്കെ, കൂടുതലും എന്തുമായിട്ടാണ് ന്യൂമോണിയ എന്ന് പറഞ്ഞാൽ ഒരു അസുഖം റിലേറ്റ് ചെയ്തിരിക്കുന്നത്?
ലങ്സ് ആണ് അല്ലെ നമ്മളുടെ ശ്വാസകോശത്തിനെ വരുന്ന ഇൻഫെക്ഷൻ ആണ് ന്യൂമോണിയ. ഇപ്പൊ ചുമയൊക്കെ കൂടി നിൽക്കാതെ കുറെ നാളിങ്ങനെ ചുമ വന്ന് അത് ലങ് ഇൻഫെക്ഷൻ ആയി മാറും അല്ലേ. അപ്പൊ അതിനാണ് ന്യൂമോണിയ എന്ന് വിളിക്കുന്നത്. ലങ് ഇൻഫെക്ഷൻ ആണ് ന്യൂമോണിയ എന്ന് പറയുന്നത്. ദെൻ ന്യൂമോണിയ റിലേറ്റഡ് വിത്ത് വൈറൽ ഓർ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ. ലങ്സിലോ ബാക്ടീരിയലോ വൈറൽ ഇൻഫെക്ഷൻ ഒക്കെ വന്ന് ന്യൂമോണിയ ആയി മാറുന്ന അവസ്ഥ. ഇപ്പൊ ന്യൂമോണിയ അത് കൂടുതലായിട്ടുണ്ടെങ്കിലൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. സോ അവർക്കും ശ്വസന പരാജയമൊക്കെ വരാം. അത്തരത്തിലും നമ്മൾ എന്ത് ചെയ്യുന്നു, പേഷ്യൻസിനെ വെന്റിലേറ്ററിൽ അഡ്മിറ്റ് ആക്കുന്നു. ദെൻ കൊളാപ്സ്ഡ് ലങ്സ്. കൊളാപ്സ്ഡ് ലങ് എന്താ കൊളാപ്സ്ഡ് ലങ് എന്ന് പറഞ്ഞാലോ? കൊളാപ്സ്ഡ് തകർന്ന ശ്വാസകോശം അല്ലെ. ശ്വാസകോശത്തിന്റെ ഒരു ശരിയായിട്ടുള്ള നോർമൽ രീതിയിലുള്ള ഒരു ശ്വാസകോശം അല്ല, മറിച്ച് പല കാരണങ്ങളാലും ശ്വാസകോശം തകർന്നിരിക്കുന്ന ഒരവസ്ഥ. എന്തൊക്കെയായിരിക്കാം കാരണങ്ങള്? എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് നമ്മുടെ ശ്വാസകോശത്തിന് തകരാറ് സംഭവിക്കാം? നമ്മള് ഫിലിമൊക്കെ തുടങ്ങുമ്പോൾ നിങ്ങൾ കാണാറില്ലേ? ഫിലിം തുടങ്ങുമ്പോൾ നിങ്ങൾ തിയേറ്ററിൽ പോയി ഫിലിം തുടങ്ങുമ്പോൾ തന്നെ ഒരു വലിയൊരു പരസ്യം ഇടും ഇല്ലേ? അഡ്വർടൈസ്മെന്റ് കണ്ടിട്ടില്ല എല്ലാവരും? കണ്ടിട്ടുണ്ടോ? ആരും ഫിലിം ഒന്നും കാണാറില്ല. ഓക്കെ, അപ്പോ അതിൽ പറയാറുണ്ടല്ലോ എന്തൊക്കെയാണ് അപ്പൊ നമ്മുടെ ഒരു ലങ്സിന്? സ്മോക്കിംഗ് അല്ലെ. സ്മോക്കിംഗ് ഏറ്റവും പുകവലി, അതോടൊപ്പം തന്നെ ഡ്രഗ്സിന്റെ ഒക്കെ ഉപയോഗം, അങ്ങനെയുള്ള ഉപയോഗങ്ങളൊക്കെ മൂലം നമ്മളുടെ ശ്വാസകോശത്തിന് തകരാറ് സംഭവിക്കാം. സ്പോഞ്ച് പോലെ അല്ലെ. അത് തന്നെ, അത് പറഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് ഐഡിയ കിട്ടുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഒരു കാര്യം പറഞ്ഞത്. സ്പോഞ്ച് പോലെ തന്നെയാണ്. ഈ സ്പോഞ്ചിനെ നമ്മൾ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം അല്ലേ. അപ്പൊ ഇങ്ങനെയുള്ള കേസസ് കൊണ്ട്, ഫോർ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു മദ്യപാനം അല്ലെങ്കിൽ പുകവലി, അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് നമ്മുടെ ശ്വാസകോശത്തിന് എന്താണ് കൊളാപ്സ്ഡ് ആകാം, തകർന്ന ഒരു ശ്വാസകോശമാകാം. സ്ട്രോക്ക്. സ്ട്രോക്ക് വന്ന് തളർന്നു പോകുന്ന ഒരവസ്ഥയ്ക്ക്, ഒരു സൈഡ് തളർന്നു പോവുക, അങ്ങനെയുള്ള ഒരു അവസ്ഥയൊക്കെ. ദെൻ കോമ ഓർ ലോസ് ഓഫ് കോൺഷ്യസ്നെസ്. കോമ എന്ന് പറഞ്ഞാൽ എന്താണ്? കോമ സ്റ്റേജിലാണെന്ന് പറയും ആള് അല്ലെ. അതായത് മോസ്റ്റ് ക്രിട്ടിക്കൽ ആകുന്ന ഒരു അവസ്ഥയാണ്. അൺകോൺഷ്യസ് ആണ്, ലോസ് ഓഫ് കോൺഷ്യസ്, ബോധാവസ്ഥ ഇല്ലാതാകുന്ന ഒരു സിറ്റുവേഷൻ അല്ലെ. കോമ സ്റ്റേജിൽ കിടക്കുന്നവര് അവരുടെ ചുറ്റുപാടുകൾ എന്തെങ്കിലും അവർക്ക് അറിയാൻ പറ്റുമോ? അൺകോൺഷ്യസ് സ്റ്റേജ് അവരുടെ ലോസ് ആയി പോകുന്നതാണ്, നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥ. ബോധാവസ്ഥ, അവന്റെ ഒരു എന്താണ് ബോധം, മനസ്സ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് കോമ എന്ന് പറയുന്നത് അല്ലെ. നമ്മൾ ചെയ്യുന്നതൊന്നും അവർ അറിയുന്നില്ല അല്ലെ. ചിലപ്പോ ഒരു റെസ്പോൺസ് ഇല്ല, തളർന്നു പോവുക. ശരിക്കും ഒരു ജീവൻ മാത്രം ആ ബോഡിയിൽ ഉണ്ടെന്ന് മാത്രം പറയാൻ പറ്റുള്ളൂ ഇല്ലേ. അപ്പൊ അത് മോസ്റ്റ് അല്ലെ, വളരെ എന്താ പറയാ, ഏറ്റവും നമുക്കൊരു വളരെ ഇതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. അത് ഇമോഷണൽ ആയിട്ടും അല്ലെ വല്ലാത്തൊരു സിറ്റുവേഷൻ ആണ് ഈ കോമ സ്റ്റേജിലുള്ള പേഷ്യൻസ് എന്ന് പറയുന്നത് അല്ലെ. അവരുടെ കോൺഷ്യസ്നെസ്, ബോധാവസ്ഥ ലോസ് ആയിക്കൊണ്ട് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള പേഷ്യൻസിനെയും നമ്മൾ ക്രിട്ടിക്കൽ ആയതിനാൽ തന്നെ വെന്റിലേറ്ററിലോട്ട് മാറ്റുന്നു. ദെൻ ഡ്രഗ് ഓവർഡോസ്. അമിതമായിട്ട് ഡ്രഗ് യൂസ് ചെയ്യുന്നവർക്കും ഇതുപോലെ തന്നെ ശ്വാസകോശമൊക്കെ തകരാറൊക്കെ സംഭവിക്കാം. Then hypercapnic respiratory failure. Hypercapnic എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? Hypercapnic respiratory failure. Hypercapnic എന്ന് പറയുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് ശരീരത്തിൽ കൂടുന്ന ഒരവസ്ഥ. ഓക്കെ, അപ്പൊ ഹൈപ്പർകാപ്നിക്കിന്റെ സൈഡിൽ ബ്രാക്കറ്റിൽ എഴുതാം ഇൻക്രീസ് ഇൻ കാർബൺ ഡൈ ഓക്സൈഡ്. ഇൻക്രീസ് ഇൻ കാർബൺ ഡൈ ഓക്സൈഡ്. ഇൻക്രീസ് ഇൻ കാർബൺ ഡൈ ഓക്സൈഡ്. നമ്മുടെ ഹ്യൂമൻ ബോഡിയിലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടുന്നതിനെയാണ് നമ്മൾ ഹൈപ്പർകാപ്നിക് റെസ്പിറേറ്ററി ഫെയിലിയർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഹൈപ്പർ കാപ്നിക് എന്ന് പറയുമ്പോൾ തന്നെ കാപ്നിക് കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്കെ, കണക്റ്റഡ് ആയില്ലേ? കണക്റ്റഡ് ആയോ? മറന്നു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ട്രിക്ക് പറയുന്നത്. ഓക്കെ, ഹൈപ്പർ കാപ്നിക് എന്ന് പറയുമ്പോൾ തന്നെ കാപ്നിക് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഓക്കെ, ക്ലിയർ ആണോ? അങ്ങനെ നമ്മൾ തന്നെ കുറച്ച് ഷോർട്ട് ഫോമുകളും കണക്റ്റഡ് ഒക്കെ ചെയ്ത് പഠിക്കാം. ഓക്കെ, അപ്പൊ കാപ്നിക് എന്ന് പറയുമ്പോൾ എന്താ കാർബൺ ഡൈ ഓക്സൈഡ്. ഹൈപ്പർ കാപ്നിക്, ഹൈപ്പർ ആണ് കൂടുന്നത്. ഓക്കെ, കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് ശരീരത്തിൽ കൂടുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഹൈപ്പർ കാപ്നിക് റെസ്പിറേറ്ററി ഫെയിലിയർ എന്ന് വിളിക്കുന്നത്. Then next one, lung infections. ശ്വാസകോശത്തിലെ മറ്റേ ഇൻഫെക്ഷൻസ് വരുന്നത്. Then അടുത്തത് മൈനസ്തീനിയ ഗ്രാവിസ്. മൈസ്തീനിയ ഗ്രാവിസ്. എന്താ മൈസ്തീനിയ ഗ്രാവിസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേട്ടിട്ടുണ്ടോ? ആ മൈസ്തീനിയ എന്ന് പറയുന്നത് തന്നെ അറിയാം, മസിലുകളുടെ വീക്കോണ്. നമ്മുടെ ശരീരത്തിലെ മസിൽസിന്റെ വീക്കം. ഓക്കെ, മസിൽ വീക്ക്നെസ് ഏത് സൈഡിൽ എഴുതി വെക്കാം? മസിൽ വീക്ക്നെസ്.
മസിൽസുകളുടെ വീക്കം, പേശികൾ, നമ്മുടെ പേശികളുടെ ബലഹീനത. ഇപ്പൊ എന്തെങ്കിലും പെട്ടെന്ന് നമുക്ക് പിടിക്കാൻ പറ്റില്ല, കട്ടിയുള്ള സാധനങ്ങൾ മീൻസ് നമ്മളിപ്പോ വെയിറ്റ് ഉള്ളതൊക്കെ നമ്മുടെ കൈ കൊണ്ടല്ലേ ആ പേശികൾ വെച്ചിട്ടല്ലേ പിടിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള വെയിറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ എടുക്കാൻ പറ്റാതെ വരിക, നമ്മുടെ ഡേ ടു ഡേ പ്രൊസീജിയേഴ്സ് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, പേശികളുടെ ബലഹീനത മലയാളത്തിൽ പറയണമെങ്കിൽ, അല്ലെങ്കിൽ മസിൽ വീക്ക്നെസ്. അപ്പൊ അത് കണക്ട് ചെയ്യാലോ, കണക്ട് ചെയ്യാലോ. മയസ്തീനിയ എന്ന് പറയുമ്പോൾ മസിൽ വീക്ക്നെസ്. ഓക്കെ, ഹൈപ്പർ കാപ്നിക് എന്ന് പറയുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഹൈപ്പർ ആകുന്ന ഒരു അവസ്ഥ. രണ്ടും കണക്റ്റഡ് ആണ്, സിമ്പിൾ ആയിട്ട് പഠിക്കാം. ഓക്കെ, അടുത്തത് സെപ്സിസ് ആൻഡ് ഇൻഫെക്ഷൻ ഇൻ യുവർ ബ്ലഡ്. സെപ്സിസ് എന്ന് വെച്ചാൽ എന്താണ്? അണുബാധ. ആൻഡ് ഇൻഫെക്ഷൻ ഇൻ യുവർ ബ്ലഡ്, ബ്ലഡിലുള്ള അണുബാധ. ഓക്കെ, അണുബാധയാണ് നമ്മൾ സെപ്സിസ് എന്ന് വിളിക്കുന്നത്. മലയാളത്തിൽ എഴുതി വെക്കാട്ടോ, അണുബാധ. അറിയില്ലാത്ത വേർഡ്സുകൾ മലയാളത്തിൽ ടെക്സ്റ്റിന്റെ മീതെ എഴുതി വെക്കാം. അണുബാധ. ദെൻ അപ്പർ സ്പൈനൽ കോഡ് ഇഞ്ചുറീസ്. എന്താ അപ്പർ സ്പൈനൽ കോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? സുഷുമ്നാ നാഡി, നമ്മുടെ നട്ടലിനോട് ചേർന്നിട്ടൊക്കെ ഉള്ളത്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള സ്പൈനൽ കോഡിന് പരിക്കുകൾ, വലിയ വീഴ്ചകളൊക്കെ സംഭവിക്കുകയെ, അപ്പോഴാണ് ഇങ്ങനെ ഈ സ്പൈനൽ കോഡിനൊക്കെ പരിക്കുകളൊക്കെ പറ്റുന്നത്. ദെൻ പ്രീമച്വർ ലങ് ഡെവലപ്മെന്റ് ഇൻ ബേബീസ്. എന്താ പ്രീമച്വർ ലങ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ? പ്രീമച്വർ ബേബി, അതായത് നമ്മൾ മലയാളത്തിൽ പറയണമെങ്കിൽ പൊതുവെ നമ്മൾ കോമൺ ആയിട്ട് പറയും മാസം തിരിയാതെയുള്ള ഡെലിവറികൾ. അതായത് ചിലപ്പോ 6 മാസം ആകുമ്പോഴേക്കും അല്ലെങ്കിൽ 7 മന്തില് എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഒക്കെ വന്നതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ സർജറി ചെയ്ത് കുഞ്ഞിനെ എടുക്കാറുണ്ട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോർമൽ ആ 9 മന്ത് ആണ് കുഞ്ഞിന്റെ ലങ്സ് ഡെവലപ്മെന്റ് ആകുന്നത്, ലങ്സ് ഡെവലപ്മെന്റ് ആകുന്നത്. സോ ഈ ഒരു 7 മന്തിലും 6 മന്തിലും ഡെവലപ്ഡ് ആയിക്കൊണ്ടിരിക്കുന്നുള്ളൂ. സോ അത്തരത്തിലും ഈ കുഞ്ഞുങ്ങളെ നമ്മൾ വെന്റിലേറ്ററിലേക്ക് അഡ്മിറ്റ് ചെയ്യാറുണ്ട്, കുഞ്ഞുങ്ങളുടേതായിട്ടുള്ള വെന്റിലേറ്ററിൽ. അവിടെ ആ ഒരു ലങ് ഡെവലപ്മെന്റ് ആകുന്നത് വരെ ചിലപ്പോ കുഞ്ഞിനെ നമ്മൾ വെന്റിലേറ്ററിലേക്ക് അഡ്മിറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോ ഇത്രയുമാണ് ഒരു മെഡിക്കൽ കണ്ടീഷൻ അല്ലെങ്കിൽ ഹെൽത്ത് കണ്ടീഷൻ റിക്വയർസ് വെന്റിലേറ്റർ. വെന്റിലേറ്റർ ആവശ്യമായി വരുന്ന ഹെൽത്ത് കണ്ടീഷൻസ് ഒരു പ്രാവശ്യം കൂടി പറയാൻ ശ്രദ്ധിക്കുക. അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം, ARDS, ശ്വസന പരാജയം. എന്തെങ്കിലും പോയിസൺ ഒക്കെ നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ പ്രവേശിക്കുമ്പോൾ നമുക്ക് ശ്വസന പരാജയം സംഭവിക്കാം. സെക്കൻഡ് വൺ COPD, chronic obstructive pulmonary disease with low oxygen saturation. ഹ്യൂമൻ ബോഡിയിലെ ഓക്സിജൻ സാച്ചുറേഷന്റെ അളവ് കുറയുന്ന ഒരവസ്ഥ. നോർമൽ സാച്ചുറേഷൻ റേറ്റ് എന്ന് പറയുന്നത് 95 to 100 ആണ്. Then asthma, brain injury, cardiac arrest, heart attack. Pneumonia with viral or bacterial infection. Pneumonia, viral infection, bacterial infection മൂലം pneumonia ആകുന്നത്. Collapsed lungs, തകർന്ന ശ്വാസകോശം. അതിന് നമ്മൾ റീസൺസ് എന്തൊക്കെയാണ് പറഞ്ഞത്? റീസൺസ് എന്ന് പറയുന്നത് പുകവലി, അതുപോലെ തന്നെ മദ്യപാനം ഒക്കെ വരാം. Then stroke, coma or loss of consciousness, കോമ സ്റ്റേജിലേക്ക് ആവുന്നത്, നമ്മളുടെ സ്വബോധം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ. ഡ്രഗ് ഓവർഡോസ്, ഹൈപ്പർ കാപ്നിക് റെസിപ്പിറേറ്ററി ഫെയിലിയർ, കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടുന്ന ഒരവസ്ഥ. ലങ് ഇൻഫെക്ഷൻ. Then myasthenia gravis, മസിൽസിന്റെ വീക്ക്നെസ്. സെപ്സിസ് ആൻഡ് ഇൻഫെക്ഷൻ ഇൻ യുവർ ബ്ലഡ്, ബ്ലഡിൽ വരുന്ന എന്താണ്? അണുബാധ. അപ്പർ സ്പൈനൽ കോഡ് ഇഞ്ചുറീസ്, നമ്മുടെ നട്ടലിനോട് ചേർന്നുള്ള സുഷുമ്നാ നാഡിക്ക് വരുന്ന പരിക്കുകൾ. പ്രീമച്വർ ലങ് ഡെവലപ്മെന്റ് ഇൻ ബേബീസ്, മാസം തികയാതെയുള്ള ഡെലിവറി കേസസുകൾക്ക് കുഞ്ഞിന്റെ ലങ് ഡെവലപ്മെന്റ് ആയിട്ടുണ്ടാകില്ല. സോ ആ ടൈമിൽ നമ്മൾ കുഞ്ഞിനെ എന്തിനേയും വെന്റിലേറ്ററിൽ പ്രവേശിപ്പിക്കുന്നു. ഇത്രയുമാണ് ഹെൽത്ത് കണ്ടീഷൻ വെന്റിലേറ്റർ ആവശ്യമായിട്ട് വരുന്നത്. ക്ലിയർ ആണോ എല്ലാവർക്കും? ക്ലിയർ ആണോ? ഓക്കെ, പഠിച്ചു, പകുതി ഭാഗം നമ്മൾ പഠിച്ചില്ലേ? ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി. ARDSന്റെ എക്സാമ്പിൾ ആണ് പറഞ്ഞത് സിയാനോസിസ്. സിയാനോസിസ് നമ്മൾ പറഞ്ഞില്ലേ, പോയിസൺ കയറുമ്പോൾ, നമ്മുടെ ബോഡിയിൽ പോയിസൺ വരുമ്പോൾ നമ്മുടെ ബോഡി ബ്ലൂ ഷെയ്ഡായി മാറുന്നത്. ഓക്കെ, ഇതിന്റെ ഉള്ളിൽ നിന്ന് ഡീറ്റെയിൽ ഒന്നും നിങ്ങൾക്ക് എക്സാമിന് വരില്ല, കാരണം ഹെൽത്ത് കണ്ടീഷൻ മാത്രം ചോദിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പൊ ഞാൻ നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞെന്ന് മാത്രം കേട്ടോ. ഇതിൽ ഉള്ളിൽ നിന്നും ഒരുപാട് ചോദിക്കാറില്ല, നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇതിന് എക്സാമ്പിൾ വെച്ച് പറയുമ്പോൾ നിങ്ങൾ കുറച്ചും കൂടി ക്ലാരിഫിക്കേഷൻ കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു. കിട്ടണില്ലേ? ആണോ? കിട്ടുന്നുണ്ടോ?
കുറച്ച് എക്സാമ്പിൾ ഒക്കെ പറയുമ്പോഴല്ലേ നമുക്ക് കുറച്ചും കൂടി അതിനോടൊരു പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നത്. വായിച്ചു നോക്കിക്കോളൂ കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കണം കേട്ടോ. ഹെൽത്ത് കണ്ടീഷൻസ്, വെന്റിലേറ്റർ ആവശ്യമായ വരുന്ന ഹെൽത്ത് കണ്ടീഷൻസ് ഏതൊക്കെയാണ്? കംപ്ലീറ്റ് ചെയ്ത് എല്ലാവരും പോയിന്റ്സുകൾ? ഓക്കെ, ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണോ? അടുത്ത ഭാഗത്തേക്ക് പോകാലോ. ഓക്കെ, മൈനസ്തീനിയ ഗ്രാവിസ് ആണോ ചോദിച്ചത്? അതായത് മസിൽ വീക്കം, പേശികളുടെ ബലഹീനത, പേശികൾക്ക് ഉണ്ടാവുന്ന ബലക്കുറവ്. ഓക്കെ, then next one നോക്കാം. During surgery, ventilators are needed. സർജറിയുടെ സമയത്ത് വെന്റിലേറ്റർ ആവശ്യമാണെന്ന്. ആവശ്യമാണോ സർജറിക്ക് വെന്റിലേറ്റർ? ആണോ ഇല്ലയോ എന്നാണ് നമ്മൾ ഇത് നോക്കാൻ പോകുന്നത്. ശ്രദ്ധിക്കാം. If the patient is given general anesthesia for surgical procedure, he is required to be on a ventilator while sleeping. This is due to some anesthesia drugs can make it difficult for the patient to breathe properly on his own while in a sleep-like state. എന്തെങ്കിലും മനസ്സിലായോ വായിച്ചിട്ട്? നോക്കാം. അതായത് ഒരു പേഷ്യന്റ്, ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു പേഷ്യന്റിന് നമ്മൾ സർജറിക്ക് വിധേയരാക്കുന്നതാണ്. അപ്പൊ സർജറി എന്ന് പറയുമ്പോൾ അത്യാവശ്യം ഒരു മേജർ സർജറി ആണെന്ന് ഇരിക്കട്ടെ. അപ്പൊ നമ്മൾ ഈ പേഷ്യന്റിന് അനസ്തേഷ്യ നൽകും. അനസ്തേഷ്യ എന്ന് കേട്ടിട്ടുണ്ടോ? അനസ്തേഷ്യ കേട്ടിട്ടുണ്ടോ? യെസ്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ പേഷ്യന്റിന് ഈ അനസ്തേഷ്യ കൊടുക്കുന്നത്? അനസ്തേഷ്യ നൽകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? വെറുതെ സർജറിയിൽ മയങ്ങാനാണോ? ഓക്കെ, ഒരു മരവിപ്പ്, ഒരു സെഡേഷൻ ആണ്. അതായത് സർജറിയുടെ പെയിനും കാര്യങ്ങളൊന്നും അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും സെഡേറ്റീവ് ആണ് ചെയ്യുന്നത്. സോ ശസ്ത്രക്രിയക്ക് ഒരുങ്ങുമ്പോൾ ഒരു സർജറിക്ക് നമ്മൾ എന്താണ്, രോഗിക്ക് ഒരു സർജറിക്ക് ഒരുങ്ങിയ രോഗി, സോ അനസ്തേഷ്യ നൽകുമ്പോൾ പേഷ്യന്റ് അങ്ങനെ സെഡേറ്റീവ് ആകും അല്ലെ, ആ ഒരു മയക്കത്തിലോട്ടായി പോകുന്നു. സോ he is required to be on a ventilator while sleeping. So ആ മയങ്ങുന്ന ടൈമിലുള്ള പേഷ്യന്റിന് വെന്റിലേറ്റർ ആവശ്യമാണെന്ന്. എന്തുകൊണ്ടാണ്? This is due to some anesthesia drugs can make difficult for patient to breathe properly. ചില അനസ്തേഷ്യ ഡ്രഗ്സ് കൊടുക്കുന്ന മെഡിസിൻ, അനസ്തേഷ്യയുടെ ഡ്രഗ് പേഷ്യൻസിന് പ്രോപ്പർ ആയിട്ട് ബ്രീത്ത് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ചില അനസ്തേഷ്യകൾ. ഓക്കെ, മേജർ സർജറി ഒക്കെ ചെയ്യുമ്പോഴാണ് ഇങ്ങനെയുള്ള കേസസുകൾ വരുന്നത്. ചെറിയ സർജറി ആണെങ്കിൽ അങ്ങനെ അതിന്റെ ആവശ്യമൊന്നും വരുന്നില്ല. പക്ഷെ കുറച്ചും കൂടി മേജർ ആയിട്ടുള്ള സർജറികൾ ചെയ്യുമ്പോൾ അനസ്തേഷ്യ നിങ്ങൾക്ക് അറിയാമോ, അതിന് കൃത്യമായിട്ടുള്ള അളവുണ്ട്. അതേപോലെ നമുക്ക് അനസ്തേഷ്യ കൊടുക്കാൻ പറ്റുമോ? നമ്മള് പല കേസുകളും പത്രത്തിലൊക്കെ നിങ്ങൾ വായിച്ചു കാണാം ഇല്ലേ? ഇപ്പോ സർജറിയുടെ പിഴവുകളും സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ നിങ്ങൾ? ന്യൂസ് ഒക്കെ നമ്മൾ പത്രത്തിലൊക്കെ കാണാറില്ലേ? അപ്പൊ അതൊക്കെ കൃത്യമായിട്ടുള്ള അളവുണ്ട്. സോ ഈ നൽകുന്ന അനസ്തേഷ്യ എന്ന് പറഞ്ഞാൽ നല്ല ഡോസ് ഉള്ള സാധനമാണ് അല്ലേ? അതുകൊണ്ട് തന്നെയാണ് നമുക്ക് അത്രയും മേജർ സർജറി ചെയ്യുമ്പോഴും പേഷ്യന്റിന് അത്രയും സെഡേറ്റീവ് ആയി പോകുന്നത്. സോ ഇങ്ങനെയുള്ള ഒരു അനസ്തേഷ്യ ഡ്രഗ് ചിലപ്പോ പേഷ്യൻസിന് പ്രോപ്പർ ആയിട്ട് ബ്രീത്ത് ചെയ്യാൻ സാധിക്കില്ല എന്ന്, ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ടാക്കും. അതിനാൽ നമ്മൾ ഡ്യൂറിങ് സർജറിക്ക് വേണ്ടി പേഷ്യന്റിന് അനസ്തേഷ്യ കൊടുക്കുമ്പോൾ
ആ ടൈമിൽ പേഷ്യന്റിന് നമ്മൾ വെന്റിലേറ്ററിലായിരിക്കണം. ഓക്കെ, ഇപ്പോ മെയിൻ റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രീത്തിങ് പ്രോബ്ലം വരാം. ആ ഒരു ടൈമിൽ അനസ്തേഷ്യ നൽകുമ്പോൾ പേഷ്യൻസിന് ബ്രീത്തിങ് പ്രോബ്ലം വന്നേക്കാം. സോ പേഷ്യന്റിന് അനസ്തേഷ്യ നൽകുമ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ശരിയായിട്ട് ശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. സോ അദ്ദേഹത്തിന് നമ്മൾ ആ പേഷ്യന്റിന് വെന്റിലേറ്ററിലായിരിക്കണം. ഓക്കെ, അതാണ് ഡ്യൂറിങ് സർജറിയിൽ പറയുന്നത്. ഇനി നെക്സ്റ്റ് നോക്കിയേ. With the surgery, the patient needs to be on ventilator for period as following. ഒരു പേഷ്യന്റിന് നമ്മൾ സർജറി ചെയ്യുമ്പോൾ ഡ്യൂറിങ് സർജറിയുടെ ടൈമിലും റിക്കവറിംഗ് ഫ്രം സർജറിക്ക് ശേഷവും വെന്റിലേറ്റർ ആവശ്യമാണെന്ന്. ഓക്കെ, രണ്ട് ടൈമിലും ആവശ്യമാണ്. സർജറി നടന്നുകൊണ്ടിരിക്കുന്ന ടൈമിലും റിക്കവറിംഗ് ഫ്രം സർജറിക്കും. ഓക്കെ, ഇനി നമുക്ക് നോക്കാം ഡ്യൂറിങ് സർജറിയിൽ എങ്ങനെയാണ് ആവശ്യമായി വരുന്നതെന്ന്. A ventilator can provisionally perform breathing for the patient while he is under general anesthesia. അല്ലേ, അതായത് ഒരു പേഷ്യന്റ് അനസ്തേഷ്യയിൽ ആയിരിക്കുമ്പോൾ എന്താണ് ആ ഒരു ബ്രീത്തിങ് കിട്ടാൻ വേണ്ടിയിട്ട്, മീൻസ് നല്ല രീതിയിലുള്ള ഒരു ശ്വസനം കിട്ടാൻ വേണ്ടിയിട്ട്, ശ്വസനം നിർവഹിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? വെന്റിലേറ്റർ ഉപയോഗിക്കുന്നു. പ്രോപ്പർ ആയിട്ടുള്ള ബ്രീത്ത് ലഭിക്കാൻ വേണ്ടിയിട്ട് ഡ്യൂറിങ് സർജറിയുടെ ടൈമിൽ വെന്റിലേറ്റർ ഉപയോഗിക്കുന്നു. Then recovering from surgery. ഇനി സർജറിക്ക് ശേഷം a patient may occasionally require a ventilator to assist with the breathing for hours or longer following particularly. ഇനി പേഷ്യന്റിന്റെ സർജറി കഴിഞ്ഞിട്ട് it may occasionally എന്ന് വെച്ചാൽ ഇടവിട്ട്, ചിലപ്പോ പേഷ്യൻസിന് ബ്രീത്തിങ്ങിന് പ്രോബ്ലം വന്നേക്കാം, ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോൾ ശ്വസിക്കാനൊക്കെ ബുദ്ധിമുട്ടുകൾ വന്നേക്കാം. സോ ആ ഒരു ടൈമില് ചിലപ്പോ 1-2 മണിക്കൂർ പേഷ്യന്റിന് നമ്മൾ വെന്റിലേറ്ററിലേക്ക് മാറ്റേണ്ടതായിട്ട് വരും. ചിലപ്പോ ചില പേഷ്യൻസിന് 1-2 മണിക്കൂറും നോർമൽ ബ്രീത്തിലോട്ട് എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ലോങ്ങർ ടൈമില് കുറച്ച്, ചിലപ്പോ 1 ദിവസമോ അല്ലെങ്കിൽ 2 ദിവസമോ സർജറി കഴിഞ്ഞിട്ട് ആളെ നമ്മൾ വെന്റിലേറ്ററിലോട്ട് ഷിഫ്റ്റ് ചെയ്യണം. then ആൾ അവിടുന്ന് നോർമലി ബ്രീത്ത് ചെയ്യാനൊക്കെ സാധിച്ചാൽ മാത്രമേ നമുക്ക് മറിച്ച് വാർഡിലോട്ടും മറ്റും ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ക്ലിയർ ആണോ? 2 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഡ്യൂറിങ് സർജറിക്കും റിക്കവറിംഗ് സർജറിക്കും വെന്റിലേറ്റർ ആവശ്യമാണ്. ഡ്യൂറിങ് സർജറിക്ക് നമ്മൾ പറഞ്ഞു പേഷ്യൻസിന് പ്രോപ്പർ ആയിട്ട് ബ്രീത്ത് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഡ്യൂറിംഗ് സർജറിയിൽ വെന്റിലേറ്റർ കൊടുക്കുന്നത്. റിക്കവറിംഗ് ഫ്രം സർജറി കഴിഞ്ഞതിന് ശേഷവും ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ശ്വാസം എടുക്കാനായിട്ട് ബുദ്ധിമുട്ടൊക്കെ വന്നേക്കാം. സോ ആ ഒരു ടൈമിൽ 1-2 മണിക്കൂർ പേഷ്യന്റിന് നമ്മൾ വെന്റിലേറ്ററിലാക്കുന്നു. ദെൻ ഈ 1-2 മണിക്കൂറിന് ശേഷവും ആള് നോർമൽ ബ്രീത്തിലോട്ട് എത്താൻ സാധിച്ചില്ലെങ്കിൽ കുറച്ചും കൂടി ലോങ്ങർ ആയിട്ട് ചിലപ്പോൾ 1 day അല്ലെങ്കിൽ 2 day വെന്റിലേറ്ററിൽ അഡ്മിറ്റ് ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഈ ഡ്യൂറിംഗ് ആൻഡ് റിക്കവറിംഗ് ഫ്രം സർജറിയിൽ പറയുന്നത്. ക്ലിയർ ആണോ? എന്നൊരു പ്രാവശ്യം ലാസ്റ്റ് ഒരു പാരഗ്രാഫ് കൂടി ഉണ്ട്, അതുകൂടി പറഞ്ഞതിന് ശേഷം ഒന്ന് വായിച്ചു നോക്കാം. A ventilator won't cure an illness. A ventilator responsibility is to maintain the patient's breathing while the body battles an infection, diseases or heals from trauma. A ventilator won't cure an illness. എന്താണ് പറയുന്നത്? ഒരു വെന്റിലേറ്റർ എന്ന് പറയുന്നത് രോഗത്തെ ഒരിക്കലും മാറ്റുന്നില്ല. ക്യൂർ എന്ന് വെച്ചാൽ അസുഖം, രോഗശമനം അല്ലേ? ഒരു വെന്റിലേറ്റർ എന്ന് പറഞ്ഞാൽ ആ വെന്റിലേറ്റർ നമ്മുടെ അസുഖത്തെയാണോ സുഖപ്പെടുത്തുന്നത്? ആണോ? നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു വെന്റിലേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ലൈഫ് സേവിങ് മെഷീൻ ആണ്, അല്ലെങ്കിൽ ഹെൽപ്പിന് നമ്മുടെ ലങ്സിനെ അസിസ്റ്റ് ചെയ്യുന്നത് മാത്രം. ഒരിക്കലും പേഷ്യന്റിന്റെ രോഗത്തെയല്ല വെന്റിലേറ്റർ സുഖപ്പെടുത്തുന്നത്. A ventilator's responsibility is to maintain patient breathing. വെന്റിലേറ്ററിന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ബ്രീത്തിങ്ങിനെ, പേഷ്യൻസിന്റെ ബ്രീത്തിങ്ങിനെ ഹെൽപ്പ് ചെയ്യാന്നുള്ളതാണ് അല്ലേ? അതോടൊപ്പം തന്നെ കണ്ടോ, ബാറ്റിൽസ് ഓഫ് ഇൻഫെക്ഷൻ. ബാറ്റിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു യുദ്ധം അല്ലേ? നമ്മുടെ ബോഡിയിലുള്ള ഇൻഫെക്ഷൻസും അസുഖങ്ങളെയും, അതോടൊപ്പം തന്നെ ഹീൽസ് ഫ്രം ട്രോമ. ഹീൽസ് മീൻസ് ആഘാതങ്ങളൊക്കെ ഇല്ലേ? അതായത് വലിയ വലിയ വീഴ്ചകളും അതിൽ നിന്നും പോരാടുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നമ്മൾ ഒരു യുദ്ധം പോലെയാണ് അല്ലെ? അതിന്റെ അസുഖങ്ങളും അല്ലെങ്കിൽ ട്രോമയും ആഘാതങ്ങളും വീഴ്ചകളും ഇൻഫെക്ഷൻസിൽ നിന്നും നമ്മുടെ ഹ്യൂമൻ ബോഡി പോരാടുമ്പോൾ അതിൽ നിന്നും നമ്മളെ ഒരു ബ്രീത്തിങ്ങിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഉപകരണമാണ് അല്ലെങ്കിൽ ഒരു എക്യുപ്മെന്റ് ആണ് വെന്റിലേറ്റർ എന്ന് പറയുന്നത്. വെന്റിലേറ്റർ ഒരിക്കലും രോഗത്തെ സുഖപ്പെടുത്തുന്നില്ല, മറിച്ച് മെയിൻറ്റെയിൻ ചെയ്യുന്നത് നമ്മുടെ ബ്രീത്തിങ്ങിനെ നിലനിർത്തുന്നു. ഒരു സംരക്ഷണം എന്ന് പറയാം അല്ലെ? ഓക്കെ,
അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സർജറിയെ കുറിച്ച് പറയുന്നത്. ഡ്യൂറിങ് സർജറിയിലും റിക്കവറി ഫ്രം സർജറിക്കും നമ്മൾ വെന്റിലേറ്റർ ഉപയോഗിക്കുന്നു. ഓക്കെ, ക്ലിയർ ആണോ? ഒന്ന് വായിച്ചു നോക്കി ഒരു പ്രാവശ്യം, ജസ്റ്റ് ഒന്ന് വായിക്കാം, വായിച്ച് മനസ്സിലാക്കി വായിക്കാം. കംപ്ലീറ്റ് ചെയ്തോ? വായിച്ചോ? ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കാം. ട്രോമ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ വീഴ്ചകളൊക്കെ ഉണ്ടാവില്ല, വലിയ വലിയ പരിക്കുകള്. ഓക്കെ, മാരകമായിട്ടുള്ള വീഴ്ചകള് പരിക്കുകളൊക്കെയാണ് ട്രോമ ഉദ്ദേശിക്കുന്നത്. വീഴ്ചകള്, ആഘാതങ്ങൾ കേട്ടോ. പ്രോപ്പർ മലയാളത്തിൽ പറഞ്ഞാൽ ആഘാതം എന്ന് പറയും. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കാം. ഹൗ ഡസ് എ വെന്റിലേറ്റർ വർക്ക്? എങ്ങനെയാണ് ഒരു വെന്റിലേറ്റർ വർക്ക് ചെയ്യുന്നത് നോക്കാം. A medical ventilator employs pressure to expel carbon dioxide from your body and pump oxygenated air into your airways. അതായത് ഒരു മെഡിക്കൽ വെന്റിലേറ്റർ പറഞ്ഞാൽ ഹ്യൂമൻ ബോഡിയിൽ നിന്നും കാർബൺ ഡൈ ഓക്സൈഡിനെ കളഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ പുറന്തള്ളുക, then pump oxygenated air into your airways. നമ്മുടെ എയർവേസിലേക്ക് ഓക്സിജൻ അടങ്ങിയ വായുവിനെ പമ്പ് ചെയ്യുന്നു. കാർബൺ ഡൈ ഓക്സൈഡിനെ മാറ്റി ഓക്സിജൻ നമ്മുടെ എയർവേസിലോട്ട് പമ്പ് ചെയ്യുന്നു. ഇനി എന്താണ് എയർവേസ് എന്നാണ് പഠിക്കുന്നത്. എയർവേസ്, യുവർ എയർവേസ് ഇൻക്ലൂഡ്. ഏതൊക്കെയാണ് നിങ്ങളുടെ എയർവേസ് എന്ന് പറയുന്നത്? ടെക്സ്റ്റിൽ നോക്കണ്ട. നമ്മൾ ശ്വസിക്കുന്നത് എന്തിലൂടെയൊക്കെയാണ്? എയർവേസ്. ഏതൊക്കെയാണ് എയർവേസ് എന്ന് വിളിക്കുന്നത്? നോസ്, നോക്കാം. നോസ്, മൗത്ത്, ത്രോട്ട്, വോയിസ് ബോക്സ്, വിൻഡ് പൈപ്പ്, then lung tube. ഓക്കെ, നോസ് നമ്മുടെ മൂക്കിൽ കൂടി, then മൗത്ത്, ത്രോട്ട്, ഫാറിങ്സ് എന്ന് വിളിക്കും കേട്ടോ. ബ്രാക്കറ്റിൽ അതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ത്രോട്ട്, നമ്മുടെ തൊണ്ട അല്ലെങ്കിൽ ഫാറിങ്സ്. then വോയിസ് ബോക്സ്, ലാറിങ്സ്. വോയിസ് ബോക്സ് എന്ന് വെച്ചാൽ എന്താ? നമ്മുടെ സൗണ്ട് പുറത്തേക്ക് വരില്ലേ, നമ്മുടെ വോയിസ് പുറത്തേക്ക് വരുന്നതാണ് വോയിസ് ബോക്സ്. സ്വനപേടകം എന്നൊക്കെ കേട്ടിട്ടുണ്ടോ മലയാളത്തില്? പ്രോപ്പർ മലയാളത്തിൽ പറഞ്ഞാൽ സ്വനപേടകം. ചെറിയ ബയോളജി ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ചെറുതല്ല, ഒരു 8th-ലോ 9th-ലോ 9th-ലൊക്കെ അല്ലേ പഠിക്കുന്നത്? പഠിച്ചിട്ടുണ്ടാവുമല്ലോ. ഇപ്പൊ പറയുന്നത് കുറച്ചു പേരല്ലേ. ഞങ്ങൾ ഇന്നലെ പഠിച്ച കാര്യത്തിന് ഓർക്കുന്നില്ല. എങ്ങനെയാണോ പഴയ കാര്യങ്ങള്? എങ്ങനെയാണോ നമ്മളൊരു 8th-ലോ 9th-ലൊക്കെ പഠിക്കുന്നതാണല്ലോ പാർട്സുകളൊക്കെ പഠിക്കില്ലേ, ഹ്യൂമൻ ബോഡി പാർട്സുകളൊക്കെ. ഓക്കെ, സ്വനപേടകം, വോയിസ് ബോക്സ്, നമ്മുടെ സൗണ്ടിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. 10th-ൽ പഠിച്ചിട്ടുണ്ട്. CBSE ആണെങ്കിൽ 10th. ഓക്കെ, സ്റ്റേറ്റിലും എനിക്ക് തോന്നുന്നു ഒരു 8th-ലോ 9th-ലൊക്കെ ആയിരിക്കും ബയോളജിയിൽ വരുന്നത്. ഓക്കെ, then വിൻഡ് പൈപ്പ്. വിൻഡ് പൈപ്പ് എന്ന് വെച്ചാൽ ട്രാക്കിയ, ശ്വാസനാളം. ലാറിങ്സ് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ലാറിങ്സ് തന്നെയാണ് വോയിസ് ബോക്സ് എന്ന് പറയുന്നത് കേട്ടോ. വിൻഡ് പൈപ്പ്, ട്രാക്കിയ. വിൻഡ് പൈപ്പ് എന്ന് വെച്ചാൽ ശ്വാസനാളം. ഓക്കെ, ശ്വാസനാളം മലയാളമാണ് കേട്ടോ. then lung tube, ബ്രോങ്കി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ lung ട്യൂബുകൾ. നമ്മുടെ ഈ ശ്വാസനാളത്തിനുള്ളിൽ 2 പ്രൈമറി ബ്രോങ്കി ഉണ്ട്, സെക്കൻഡറി ബ്രോങ്കി ഉണ്ട്. ഇതൊക്കെ നമ്മൾ ബയോളജി ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള കാര്യമാണ്. 2 ഭാഗങ്ങൾ അല്ലെങ്കിൽ 2 ബ്രോങ്കികൾ, 2 ട്യൂബ്സുകൾ. ഓക്കെ, lung tube.
ഇതെല്ലാമാണ് നമ്മളുടെ ഒരു എയർവേ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചോളൂ, എക്സാമിന് ചോദിക്കും. എയർവേ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്, ഹ്യൂമൻ ബോഡിയിലെ എയർവേ ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്തൊക്കെയാണ്, എക്സാമിന് ചോദിക്കാറുണ്ട്. ഓക്കെ, ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചോളൂ. മാർക്ക് ചെയ്തോ? ഓക്കെ, നെക്സ്റ്റ് നോക്കാം. One of two methods for pushing oxygen into the lungs from a ventilator is either breathing tube or fitted mask. ഒരു വെന്റിലേറ്ററിൽ നിന്നും വെന്റിലേറ്ററിൽ നിന്നും പേഷ്യന്റിലേക്ക് ഓക്സിജൻ എത്തിക്കാവുന്ന രണ്ട് മെത്തേഡുകളാണ്. ഒന്ന് ബ്രീത്തിങ് ട്യൂബും ദെൻ ഫിറ്റഡ് മാസ്ക്. വെന്റിലേറ്ററിലൊക്കെ കിടക്കുന്ന പേഷ്യൻസിന് ഒന്നില്ലെങ്കിൽ മാസ്ക്, ഫിറ്റഡ് മാസ്ക് വെച്ചിട്ടുള്ള പേഷ്യൻസ് ആയിരിക്കും, അല്ലെങ്കിൽ ട്യൂബ് വഴിയായിരിക്കും അവര് ശ്വസിക്കുന്നത്. വെന്റിലേറ്ററിൽ നിന്ന് ട്യൂബ് വഴിയോ അല്ലെങ്കിൽ ഫിറ്റഡ് മാസ്ക് വഴിയാണ് ഓക്സിജന് സ്വീകരിക്കുന്നത്. അണ്ടർലൈൻ ചെയ്യാം കേട്ടോ, ബ്രീത്തിങ് ട്യൂബ് ഓർ ഫിറ്റഡ് മാസ്ക്. അണ്ടർലൈൻ ചെയ്തോ, ബ്രീത്തിങ് ട്യൂബ് ഓർ ഫിറ്റഡ് മാസ്ക്. Then next one നോക്കാം. A patient on ventilator requires to get monitored for his. ഒരു പേഷ്യന്റ് വെന്റിലേറ്ററിലാകുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ആ പേഷ്യന്റിനെ നമ്മൾ മോണിറ്റർ ചെയ്യുന്നതെന്ന്. മോണിറ്റർ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞല്ലോ, വെന്റിലേറ്ററിന് ഒരു പിക്ചറിൽ തന്നെയുണ്ട്, ഒത്തിരി എക്യുപ്മെന്റ്സ് ഒക്കെ ഉണ്ട്, പേഷ്യൻസിനെ മോണിറ്ററൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ഒരു പേഷ്യന്റ് വെന്റിലേറ്ററിലായിരിക്കുമ്പോൾ നമ്മൾ മോണിറ്റർ ചെയ്യേണ്ട കാര്യങ്ങൾ നോക്കാം. ഫസ്റ്റ് വൺ, ഹാർട്ട് റേറ്റ്. പേഷ്യൻസിന്റെ ഹൃദയമിടിപ്പ് ഹാർട്ട് റേറ്റ് ചെക്ക് ചെയ്യുക. ദെൻ ബ്ലഡ് പ്രഷർ, BP ലെവല് ചെക്ക് ചെയ്യുക. നോർമൽ ആണോ അല്ലെങ്കിൽ BP ഒക്കെ മാറ്റം വരുന്നുണ്ടോ, പെട്ടെന്ന് BP റേറ്റ് ഒക്കെ കൂടുന്നുണ്ടോ എന്നത് ചെക്ക് ചെയ്യുക. ദെൻ റെസ്പിറേറ്ററി റേറ്റ്, അതായത് ബ്രീത്തിങ് റേറ്റ് എത്രയുണ്ടെന്ന് നോക്കുക. ഓക്സിജൻ സാച്ചുറേഷൻ റേറ്റ്, ഓക്സിജന്റെ അളവ് എത്രത്തോളം ഉണ്ട്. Also need regular chest X-ray or scans. സ്കാനിങ്ങുകളും then chest X-ray റെഗുലർ ആയിട്ടുള്ളത് എടുക്കുക. അഡീഷണലി അഡീഷണൽ ആയിട്ട് ബ്ലഡ് ടെസ്റ്റുകൾ മേ ബി റിക്വയർഡ്. ആവശ്യമെങ്കിൽ ബ്ലഡ് ടെസ്റ്റുകൾ എടുക്കുക. ദ ബ്ലഡ് ഓക്സിജൻ, ഓക്സിജൻ ഇന്നാണോ ടെക്സ്റ്റിൽ കിടക്കുന്നത്, ടെക്സ്റ്റ് ബുക്കിൽ ഓക്സിജൻ കഴിഞ്ഞിട്ട് ഇന്നാണോ? യെസ്, അതൊന്ന് ആൻഡ് എന്നാക്കാം കേട്ടോ. ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ലെവൽസ് ആണ്. ഓക്കെ, ഇന്നെന്ന് പറയില്ലല്ലോ, ആൻഡ് എന്നാക്കാം. ഓക്സിജൻ അതായത് ബ്ലഡിലുള്ള ഓക്സിജന്റെയും കാർബൺ ഡൈ ഓക്സൈഡിന്റെയും ലെവൽസ് എത്രത്തോളം ഉണ്ടെന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക. ഓക്കെ, ഇൻ മാറ്റി ആൻഡ് ആക്കിയോ? ഓക്കെ, അപ്പോൾ ഹാർട്ട് റേറ്റ്, BP, റെസ്പിറേറ്ററി റേറ്റ്, ഓക്സിജൻ സാച്ചുറേഷൻ, ഓൾസോ നീഡ് റെഗുലർ ചെസ്റ്റ് എക്സ്റേ, ദെൻ ബ്ലഡ് ടെസ്റ്റുകൾ. ഓക്കെ, ഇത്രയും ഭാഗങ്ങൾ വായിച്ചു നോക്കി. ഹൗ ഡാസ് എ വെന്റിലേറ്റർ വർക്ക് തുടങ്ങി. ഇപ്പൊ നമ്മൾ പറഞ്ഞ ഭാഗങ്ങൾ ഒന്ന് വായിക്കാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. എയർവേസ് നിങ്ങൾ ഈ പേരുകൾ മാത്രം പഠിച്ചാൽ മതി, അതിന്റെ ഡീറ്റെയിൽ ഒന്നും പഠിക്കണ്ട, ജസ്റ്റ് പേരുകൾ മാത്രം പഠിക്കാം. ഓക്കെ, ത്രോട്ട് എന്ന് പറഞ്ഞാൽ ഫാറിങ്സ് ആണ്, വോയിസ് ലാറിങ്സ് ആണ്, വിൻഡ് പൈപ്പ് എന്ന് അറിയപ്പെടുന്നത് ട്രാക്കിയ, ലങ് ട്യൂബ്, ബ്രോങ്കി. അങ്ങനെ തന്നെ പഠിക്കാം കേട്ടോ, അതിൽ കൂടുതൽ ഡീറ്റെയിൽ ഒന്നും പഠിക്കാനില്ല. ഓക്കെ,
വായിച്ചു. ഓക്കെയാണ് വായിച്ചിട്ട്? ക്ലിയർ ആണോ? ഓക്കെ. ഓക്കെയാണ് എല്ലാവരും വായിച്ചിട്ട്? ഇതുവരെ വായിച്ചോ? ഫേഷ്യൽ മോണിറ്റർ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഓക്കെ. Then next നോക്കാം. What are the benefits of mechanical ventilation? ഈ മെക്കാനിക്കൽ വെന്റിലേഷൻ അല്ലെങ്കിൽ വെന്റിലേറ്റർ കൊണ്ടുള്ള ബെനിഫിറ്റ്സുകൾ എന്തൊക്കെയാണ്? ഓക്കെ, ബെനിഫിറ്റ്സ് ഉണ്ടാവുമല്ലോ. ഉണ്ടോ ബെനിഫിറ്റ്സ്? റെസ്പോൺസ് ഒന്നും ഇല്ലാലോ. എന്ത് പറ്റി? നല്ല ഉറക്കം വരുന്ന ടൈമൊക്കെയാണ് അല്ലെ? എല്ലാവർക്കും നല്ല ഉറക്കം വരുന്ന ടൈമാണെന്ന് എനിക്കറിയാം. വെന്റിലേറ്റർ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ആണ്. അതുകൊണ്ട് ബോറിംഗ് ഉണ്ടോ? ബോറടി തോന്നുന്നുണ്ടോ? ഉണ്ടോ? ബോറടി തോന്നിയാലും ഇല്ലെങ്കിലും ബോറടി മാറ്റുക. ഓക്കെ, ക്ലാസ് നമുക്ക് ഫോളോ ചെയ്യണം. അതുകൊണ്ടാണ് ഞാനൊരു നോർമൽ കുറച്ച് സ്പീഡിൽ തന്നെ പോകുന്നത്. കുഴപ്പമില്ലല്ലോ. എന്റെ ഒരു സ്പീഡിലോട്ട് നിങ്ങൾ എല്ലാവരും എത്തിയിട്ടുണ്ട്. എത്തിയോ എല്ലാവരോ? കുഴപ്പമില്ലല്ലോ. ഈ ഒരു സ്പീഡിൽ തന്നെ നമ്മൾ പോയാൽ പോരെ? മതിയോ? ഓക്കെ. ഒരുപാട് സ്പീഡ് കുറച്ചാലേ നിങ്ങൾക്ക് ഉറക്കം വരും. ഓക്കെ. അപ്പൊ വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് മെക്കാനിക്കൽ വെന്റിലേഷൻ? മെക്കാനിക്കൽ വെന്റിലേഷൻ കൊണ്ടുള്ള ബെനിഫിറ്റ്സുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, 5 ബെനിഫിറ്റ്സ് ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ പറയുന്നത് the patient does not have to exert as much effort to breathe. പേഷ്യൻസ് ബ്രീത്തിങ്സിൽ കൂടുതൽ പ്രയത്നിക്കാനായിട്ട് രോഗി ഇഷ്ടപ്പെടാത്തൊരവസ്ഥയിൽ വെന്റിലേറ്റർ ആവശ്യമാണെന്ന്. അതായത് ഇഷ്ടപ്പെടാത്തെന്ന് വെച്ചാൽ ബ്രീത്ത് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് എടുക്കേണ്ടതായിട്ട് വരുന്ന പേഷ്യൻസുകൾ, അതായത് നോർമൽ ബ്രീത്തിങ് അല്ല, അവർക്ക് ഇത്തിരി ബ്രീത്തിങ്ങിന് ഭയങ്കര ബുദ്ധിമുട്ടുള്ള പേഷ്യൻസ് ഉണ്ടാകുമല്ലോ. അങ്ങനെയുള്ള, അതായത് മച്ച് എഫോർട്ട് എടുക്കണം, അവര് കൂടുതൽ എഫോർട്ട് എടുക്കണം ശ്വസിക്കണമെങ്കിൽ. അങ്ങനെയുള്ള പേഷ്യൻസിന് എന്താണ് വെന്റിലേറ്റർ ബെനിഫിറ്റബിൾ ആണ്. അതാണ് ഒന്നാമത്തെ പോയിന്റ് പറയുന്നത്. Second one, the patient's breathing is likely to become normal. ശ്വസനം നോർമൽ നിലയിൽ ആക്കുവാൻ വേണ്ടിയിട്ട് അല്ലെ, അതായത് ബ്രീത്തിങ്ങിന് നോർമൽ ലെവലിലോട്ട് എത്തിക്കുന്നതിന് നമ്മൾ വെന്റിലേറ്റർ ഉപയോഗിക്കുന്നത്. നോർമൽ ലെവലിൽ ശ്വസിക്കാൻ പറ്റുന്നില്ല, ചിലപ്പോൾ COPD ആയിട്ടുള്ള പേഷ്യൻസ് ആയിരിക്കാം അല്ലെ. അപ്പൊ നോർമൽ ലെവലിലോട്ട് ബ്രീത്തിങ്ങിനെ എത്തിക്കുന്നതിന് വേണ്ടിയും നമ്മൾ വെന്റിലേറ്റർ ബെനിഫിറ്റബിൾ ആണ്. Then മൂന്നാമത്തത്, helps patient receive as much oxygen as he or she requires. അല്ലെ, രോഗിക്ക് ആവശ്യമുള്ള ഓക്സിജൻ സ്വീകരിക്കുവാൻ, കൃത്യമായിട്ടുള്ള അളവിൽ ഓക്സിജൻ ലഭിക്കുവാൻ വേണ്ടി, ചിലപ്പോ COPD ഓക്സിജന്റെ അളവ് കുറവായിട്ടുള്ള പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ കൃത്യമായിട്ടുള്ള ഓക്സിജൻ ലഭിക്കുന്നതിന് വേണ്ടി വെന്റിലേറ്റർ ബെനിഫിറ്റബിൾ ആണ്, ഹെൽപ്ഫുൾ ആണ്. മെയിൻറ്റെയിൻസ് എ സ്റ്റേബിൾ എയർവേ. മെയിൻറ്റെയിൻസ് എ സ്റ്റേബിൾ എയർവേ എന്ന് വെച്ചാൽ എന്താ? സ്ഥിരമായിട്ടുള്ള ഒരു വായുമാർഗം നിലനിർത്താൻ, സ്ഥിരമായിട്ട് ബ്രീത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് നിലനിർത്താനായിട്ട് ബ്രീത്തിങ് നിലനിർത്തുക. Fifth one, permits medication to work and the body to make better. മരുന്നുകൾ ശരിയായിട്ടുള്ള രീതിയിൽ പെർമിറ്റ്സ് മെഡിക്കേഷൻസ് വർക്ക് ചെയ്യാനും നമ്മളുടെ ബോഡിനെ ബെറ്റർ ആക്കാനും പേഷ്യൻസിന് വെന്റിലേറ്ററിൽ കഴിയുന്നതോടൊപ്പം തന്നെ മെഡിക്കേഷൻസ് ഒക്കെ കൊടുക്കുമ്പോൾ അത് വർക്ക്ഔട്ട് ആവാനും ദെൻ ബോഡി കുറച്ചും കൂടി മെച്ചപ്പെടാനും റിക്കവറി ആകാനും പേഷ്യൻസ്. ഓക്കെ, ഇത്രയുമാണ് ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. ആ പോയിന്റ്സുകൾ അതുപോലെ തന്നെ പഠിക്കണം. ഓക്കെ, ഫസ്റ്റ് വൺ പറഞ്ഞത് എക്സേർട്ട് മച്ച് എഫോർട്ട് ടു ബ്രീത്ത്. ബ്രീത്ത് ചെയ്യാനായിട്ട് കൂടുതൽ പ്രയത്നിക്കേണ്ടതായിട്ടുള്ള പേഷ്യൻസിന് ബെനിഫിറ്റബിൾ ആണ്. ദെൻ സെക്കൻഡ് വൺ പറഞ്ഞത് നോർമൽ ബ്രീത്തിങ്ങിലോട്ട് കൊണ്ടുവരണം. ദെൻ മൂന്നാമത് പറഞ്ഞത് പേഷ്യന്റിന് ആവശ്യമുള്ള ഓക്സിജൻ ലഭിക്കുക. ദെൻ സ്ഥിരമായിട്ടുള്ളൊരു എയർവേ വായുമാർഗം, അതായത് അവനൊരു ബ്രീത്തിങ് സ്ഥിരമാക്കിയിട്ട് ലഭിക്കുക.
ദെൻ മെഡിക്കേഷൻസ് വർക്ക്ഔട്ട് ചെയ്യാണ് ബോഡി ബെറ്റർ ആക്കാണ്. 5 കാര്യങ്ങളാണ് ബെനിഫിറ്റ്സിൽ വരുന്നത്. ഓക്കെ, 5 പോയിന്റ് ഒന്ന് വായിച്ചു നോക്കിയേ. റീഡ് ചെയ്തോ ബെനിഫിറ്റ്സുകൾ? ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ നോക്കാം. റിസ്ക് ഓഫ് ബീയിങ് ഓൺ വെന്റിലേറ്റർ. നമ്മൾ പറഞ്ഞു വെന്റിലേറ്ററിന്റെ ബെനിഫിറ്റ്സുകൾ ഉണ്ടെന്ന് പറഞ്ഞു. ഒരു പേഷ്യൻസിന് വെന്റിലേറ്റർ കൊണ്ട് ഒത്തിരി ഗുണങ്ങളുണ്ട് അല്ലെ, ബെനിഫിറ്റ്സുകൾ ഉണ്ട്. ബ്രീത്തിങ് നോർമൽ ആക്കാം, ദെൻ മെഡിസിൻസ് വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ദെൻ ആവശ്യമായിട്ടുള്ള ഓക്സിജൻ ലെവൽ നമ്മുടെ ബോഡിയിൽ ലഭിക്കുവാൻ അല്ലെ, എന്നിങ്ങനെയുള്ള ഒട്ടനവധി ബെനിഫിറ്റ്സുകൾ ഉണ്ടെന്ന് പറഞ്ഞു. സോ ഈ ബെനിഫിറ്റ്സിന്റെ ഒപ്പം തന്നെ ഈ വെന്റിലേറ്ററിൽ കിടക്കുന്ന പേഷ്യൻസിന് ഒത്തിരി റിസ്കുകളും നേരിടേണ്ടതും കൂടിയുണ്ട് അല്ലേ. അപ്പൊ നമ്മളുടെ അറിവില്ല അല്ലെങ്കിൽ നിങ്ങളുടെ അറിവില്ല എന്താണ് ഒരു വെന്റിലേറ്റർ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ അറിവിനെയും കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇപ്പൊ അറിയാൻ പറ്റി. ഇതുവരെ നമ്മൾ പഠിച്ചതിൽ നിന്നും അറിയാൻ പറ്റിയോ? ക്ലാസ് നന്നായിട്ട് കേട്ടിരിക്കുന്നവർക്കാണെങ്കിൽ അറിയാൻ പറ്റി കാണും കേട്ടോ. ചിലവര് ചിലപ്പോ ഫോൺ ക്ലാസ് ഒക്കെ ഓണാക്കിയിട്ട് കുറെ പേര് ചിലപ്പോൾ ഉണങ്ങിപ്പോകുന്നവരൊക്കെ ഉണ്ടാകാം അല്ലെ. സത്യാവസ്ഥയുണ്ട് ഞാൻ പറഞ്ഞത്, ആണോ? ചെറിയ രീതിയിൽ ഉറക്കത്തിലോട്ട് പോയവരൊക്കെ ഉണ്ടാകാം. ഇപ്പൊ ഞാൻ വിളിച്ചപ്പോ തിരികെ വന്നിട്ടുണ്ടാകാം, ആണോ? ഉറക്കത്തിലോട്ട് പോയിട്ടുണ്ടാണെങ്കിലും എല്ലാവരും ബാക്ക് ടു ക്ലാസ്. ഓക്കെ, ക്ലാസ്സിലോട്ട് തിരിച്ചു വരാണ്ട് എല്ലാവരും ഉറങ്ങിപ്പോയ കുറച്ചു പേര് ഇല്ല, എല്ലാവരും ഉണ്ട് നമ്മുടെ ക്ലാസ്സിൽ തന്നെ. ഓക്കെ, അപ്പൊ നമ്മള് അല്ലെ വെന്റിലേറ്റർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും അല്ലെ. ക്രിട്ടിക്കൽ സ്റ്റേജിലുള്ളവർക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ വെന്റിലേറ്റർ ഹോസ്പിറ്റലിൽ സജ്ജീകരിച്ചിരിക്കുന്നത് അല്ലെ. പക്ഷെ അതിലുപരി നിങ്ങളുടെ അറിവിനുപരി കുറെ കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ കണ്ടോ വെന്റിലേറ്ററിനെ കുറിച്ച് കണ്ടോ? യെസ്, ഓക്കെ. അപ്പൊ നമ്മൾ ബെനിഫിറ്റ്സ് നോക്കി. ഇനി നമ്മൾ നോക്കുന്നത് റിസ്ക് ആണ് അല്ലെ. അപ്പോ വെന്റിലേറ്ററിൽ കിടക്കുന്നത് കൊണ്ട് റിസ്കുകളും ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോ എന്തൊക്കെയാണ് റിസ്കുകൾ എന്ന് നമുക്ക് നോക്കാം. Life can be saved by a ventilator. Underline ചെയ്യാട്ടോ, ടെക്സ്റ്റ് ബുക്കിൽ അണ്ടർലൈൻ ചെയ്യാം. Life can be saved by a ventilator. Underline ചെയ്തോ? Okay. Nevertheless, like other testaments, ventilators can cause future side effects. This is more common if the patient is on a ventilator for a prolonged period. And the prolonged period is prolonged period. Prolonged period is എന്താർത്ഥം? prolonged period നീണ്ട കാലയളവ്, ലോങ് ടേം അല്ലെ. അപ്പൊ ഇവിടെ പറയുന്നത് വെന്റിലേറ്റർ എന്ന് പറയുന്നത് ഒരു ജീവൻ നമ്മുടെ ലൈഫിനെ സേവ് ചെയ്യുന്നതാണ് അല്ലെ. ഒരു ലൈഫ് സേവ് ചെയ്യുന്നു. ദെൻ എന്നിരുന്നാലും nevertheless other testaments മറ്റു നിയമങ്ങളെ പോലെ തന്നെ വെന്റിലേറ്റേഴ്സ് ക്യാൻ ഫ്യൂച്ചറിൽ സൈഡ് എഫക്ട്സ് വന്നിരിക്കാവുന്നത്. This is more common if the patient is on a ventilator for a prolonged period. അതായത് നീണ്ട കാലയളവിൽ, അതായത് ഇപ്പൊ ഒരു 1-2 ദിവസമൊക്കെ ഒരു പേഷ്യന്റിനെ വെന്റിലേറ്ററിൽ ആകുന്നത് കൊണ്ട് വലിയ പ്രശ്നമൊന്നും വരുന്നില്ല. പക്ഷെ ഒരു നീണ്ട കാലയളവിൽ പേഷ്യൻസ് വെന്റിലേറ്ററിലായിരിക്കുന്നത് ഫ്യൂച്ചറിൽ ഒട്ടനവധി റിസ്കുകൾ വന്നേക്കാവുന്ന പേഷ്യന്റിന്. A few of most common risks connected with being on a ventilator include. അപ്പോ മെയിൻ ആയിട്ട് നമുക്ക് കോമൺ റിസ്കുകൾ എന്തൊക്കെയാണെന്നാണ് ഇനി പറയുന്നത്. ഒരു വെന്റിലേറ്ററിൽ കിടക്കുമ്പോൾ, അതായത് 1-2 ദിവസം ഇല്ല,
മറിച്ച് കൊടുക്കല. അതായത് കുറെ ഒരു പ്രോബ്ലം പീരീഡ്, ചിലപ്പോ 1 month ആകാം, 2 month ഒക്കെ വെന്റിലേറ്ററിൽ അഡ്മിറ്റ് ആകുന്ന പേഷ്യൻസ് ഉണ്ട്. സോ ആ ഒരു ടൈമില് ഫ്യൂച്ചറിൽ അവർക്ക് അതിന്റെ സൈഡ് എഫക്ട്സ് വന്നേക്കാവുന്നത്. മോസ്റ്റ് കോമൺ റിസ്കുകളാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ മെയിൻ ആയിട്ട് കോമൺ റിസ്കുകൾ എന്ന് പറയുന്നത് 5 റിസ്കുകളാണ്. ഇൻഫെക്ഷൻസ്, then irritations, vocal cord issues, pulmonary edema, then blood clots. Okay, infections വരുന്നത് infections, irritation, vocal cord issue, then pulmonary edema, blood clots. Okay, ഇനി നമുക്കിത് ഓരോന്നും എന്തൊക്കെയാണെന്ന് ഒന്ന് നോക്കേണ്ടതുണ്ട്. ദെൻ അതിന് മുന്നേ ഒരു കാര്യം കൂടി പ്രത്യേകം പറയാം, സ്റ്റാർട്ടിങ്ങിൽ പറയണമെന്ന് വിചാരിച്ചു. നെക്സ്റ്റ് ക്ലാസ്, അതായത് നെക്സ്റ്റ് ഇനി അശ്വതി മാമിന്റെ ക്ലാസ് അല്ലേ? ആണോ? അല്ലേ? യെസ്. അപ്പൊ അശ്വതി മാമിന്റെ ക്ലാസ് ഉണ്ടായിരിക്കില്ല, പകരം ഒരു അരമണിക്കൂറും കൂടി മിസ് ആയിരിക്കും കണ്ടിന്യൂ ചെയ്യുന്നത്. ഓക്കെ, അരമണിക്കൂറും കൂടി നിങ്ങൾ എന്നെ തന്നെ സഹിച്ചിരിക്കേണ്ടതായിട്ട് വരും. ഓക്കെ, കുഴപ്പമുണ്ടോ? ബോറിംഗ് ഉണ്ടോ? ഓക്കെ ആണോ? തുടക്കത്തിൽ തന്നെ നിങ്ങളോട് പറയണല്ലോ എന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പൊ ഇത്രയും എടുത്തു എനിക്കറിയാം, കുറച്ച് ബോറിംഗ് ഒക്കെ വരാം അല്ലെ? അപ്പൊ ജസ്റ്റ് വേണമെങ്കിൽ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ഓക്കെ, ഒരു 5 minutes ഒക്കെ മതിയല്ലോ. ആരും പോകരുത് കേട്ടോ, ബ്രേക്ക് കഴിഞ്ഞിട്ട് ക്ലാസ് ഉണ്ടാകും. എന്തായാലും ഒരുപാട് കണ്ടിന്യൂസ് എടുത്തത് കൊണ്ട് നിങ്ങൾക്കും ഒരു റിലാക്സ് വേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് ഒരു ചെറിയൊരു ബ്രേക്ക്. ജസ്റ്റ് ഒന്ന് വെള്ളമൊക്കെ കുടിച്ച് ഒന്ന് ഫ്രഷ് ആയിട്ട് വന്നോളൂ. ഓക്കെ, ആരും പോകരുത്, ക്ലാസ് ഉണ്ടാകും കേട്ടോ.
ഓക്കെ, ബ്രേക്ക് എടുത്ത് കഴിഞ്ഞ് എല്ലാരും എത്തിയോ? ആരും പോയില്ല ബ്രേക്ക് എടുക്കാൻ, എല്ലാരും എടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ? ഓക്കെ, കുറഞ്ഞിട്ടൊന്നുമില്ലല്ലോ നമ്മുടെ സ്റ്റുഡൻസിന്റെ എണ്ണം. ഓക്കെ, അപ്പോ ഒരുപാട് കണ്ടിന്യൂസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ബോറിംഗ് ആകില്ലേ? അപ്പൊ അതുകൊണ്ട് ചെറിയൊരു ബ്രേക്ക് എടുത്താണ്. ഓക്കെ, നമുക്ക് ഇനി നമ്മുടെ ക്ലാസ്സിലേക്ക് വരാം. ഇപ്പൊ നമ്മൾ പറഞ്ഞു നിർത്തിയത് റിസ്ക് ഓഫ് ബീയിങ് ഓൺ എ വെന്റിലേറ്റർ. ഒരു വെന്റിലേറ്ററിൽ ഒരു പേഷ്യൻസ് കഴിയുമ്പോൾ വരുത്താവുന്ന റിസ്കുകൾ. കോമൺ റിസ്കുകളാണ് നമ്മൾ പറഞ്ഞത്: ഇൻഫെക്ഷൻ, ഇറിറ്റേഷൻ, വോക്കൽ കോഡ് ഇഷ്യൂസ്, പൾമണറി എഡീമ, ദെൻ ബ്ലഡ് ക്ലോട്ട്സ്. ഇനി ഓരോന്നും നമുക്ക് വായിക്കാം കേട്ടോ. ഇൻഫെക്ഷൻസ്, എങ്ങനെയാണ് ഇൻഫെക്ഷൻ ഉണ്ടാകുന്നത്? One of the main risks being on ventilator with a breathing tube is infection. അപ്പോൾ മെയിൻ ഒരു ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ബ്രീത്തിങ് ട്യൂബിൽ നിന്നുള്ള ഇൻഫെക്ഷൻ ആണെന്ന് നമുക്കറിയാലോ. ഒന്നില്ലെങ്കിൽ നമ്മൾ പറഞ്ഞു മാസ്കോ, ഫിറ്റഡ് മാസ്കോ, അല്ലെങ്കിൽ ബ്രീത്തിങ് ട്യൂബ് വഴിയാണ് വെന്റിലേറ്ററിൽ നിന്നും പേഷ്യന്റ് ഓക്സിജൻ സ്വീകരിക്കുന്നത്. സോ ഈ വെന്റിലേറ്റർ ട്യൂബ് ഇടുമ്പോൾ ആ ട്യൂബിനുള്ളിൽ ഇൻഫെക്ഷൻസ് വരാവുന്നത്. എങ്ങനെയാ ഇൻഫെക്ഷൻസ് വരുന്നത് നോക്കാം. Fluid and mucus develop in throat and windpipe can permit germs to pile upon the breathing tube. എന്താണ് പറയുന്നത്? അതായത് ഫ്ലൂയിഡുകളും മ്യൂക്കസ്. മ്യൂക്കസ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു ശ്ലേഷ്മതരം, നമ്മൾ കഫം എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഒരു ശ്ലേഷ്മതരമാണ് മ്യൂക്കസ് എന്ന് പറഞ്ഞത്. അത് നമ്മളുടെ തൊണ്ടയിലും വിൻഡ് പൈപ്പിലൊക്കെ ഡെവലപ്പ് ചെയ്യുന്നു. ഈ കഫം പോലുള്ള ഈ ഫ്ലൂയിഡ്സും ഇങ്ങനെ ഈ മ്യൂക്കസും നമ്മുടെ തൊണ്ടയിലും വിൻഡ് പൈപ്പിലും ഇന്ത്യയിലും ഡെവലപ്പ് ചെയ്യുന്നു. Then permit germs up to pile upon breathing tube. ഇത് ജംസ് ആയി മാറുന്നു അല്ലെ, അണുക്കളായിട്ട് മാറിയിട്ട് പൈൽ അപ്പോൺ ബ്രീത്തിങ് ട്യൂബ്. പൈലപ്പ് ചെയ്യാന്ന് വെച്ചാൽ ആ ബ്രീത്തിങ് ട്യൂബിന് ഉള്ളിലേക്ക് കടക്കുന്നു. അതായത് ഫ്ലൂയിഡ്സും മ്യൂക്കസും നമ്മുടെ തൊണ്ടയിലൊക്കെ ഇങ്ങനെ ഡെവലപ്പ് ആയിക്കൊണ്ട് അത് അണുക്കളായി മാറും. ഈ അണുക്കൾ എന്ത് ചെയ്യും? ആ ബ്രീത്തിങ് ട്യൂബിന് ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു. ഓക്കെ, these germs can then move into the lungs. അപ്പോ ഈ ട്യൂബിൽ കൂടി, ട്യൂബ് പോയിരിക്കുന്നത് എങ്ങനെയാണ്? ലങ്സിലേക്കാണ്. ഈ വായിൽ കൂടിയോ അല്ലെങ്കിൽ മൂക്കിൽ കൂടിയോ ഇട്ടിരിക്കുന്ന ട്യൂബ് ഡയറക്റ്റ് ചെല്ലുന്നത് ലങ്സിലേക്കാണ്. സോ ഈ ജംസിനുള്ളിൽ ഇങ്ങനെ എന്താണ് അണുക്കൾ വരുമല്ലോ ട്യൂബിനുള്ളിൽ. ഈ അണുക്കൾ നേരെ ട്യൂബിനുള്ളിൽ കൂടി പോയിട്ട് നമ്മളുടെ ലങ്സിനുള്ളിലോട്ട് പ്രവേശിക്കുന്നു. This can increase the risk of developing pneumonia. ഇത് അപ്പോൾ ലങ്സിന് ഇൻഫെക്ഷൻ ആകുമ്പോൾ നമ്മൾ എന്ത് വിളിക്കാം? ന്യൂമോണിയ എന്ന് പറഞ്ഞു അല്ലെ. അപ്പോ ഈ ട്യൂബിനുള്ളിൽ കൂടി ഇങ്ങനെയുള്ള അണുക്കുകൾ അല്ലെങ്കിൽ അണുക്കൾ, ആ ജംസ് നമ്മുടെ ലങ്സിനുള്ളിൽ പ്രവേശിക്കുമ്പോൾ ന്യൂമോണിയയും കൂടി വരാമെന്ന്. ഓൾറെഡി ക്രിട്ടിക്കൽ സ്റ്റേജിൽ കിടക്കുന്ന പേഷ്യൻസ് ആണ്. അതിന്റെ ഒപ്പം പേഷ്യന്റിന് ന്യൂമോണിയ കൂടി സംഭവിക്കാം. Pneumonia and sinus infections are also usual with a breathing tube. ന്യൂമോണിയം സംഭവിക്കാം, സൈനസ് ഇൻഫെക്ഷനും വരാം. എന്താ സൈനസ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ടോ? സൈനസിറ്റീസ് എന്നൊക്കെ പറഞ്ഞ മൂക്കിന്റെ, അതായത് ഇങ്ങനെ ഭയങ്കര ജലദോഷം അല്ലെങ്കിൽ മൂക്കിന്റെ ഒരു പ്രോബ്ലംസ്, നമുക്ക് അസ്വസ്ഥത, ബ്രീത്തിങ്ങിനൊക്കെ പ്രോബ്ലം വരും. ഈ ട്യൂബ് മൂക്കിൽ കൂടിയിട്ടിരിക്കുകയാണല്ലോ, വായിൽ കൂടിയോ അല്ലെങ്കിൽ മൂക്കിൽ കൂടിയോ നമ്മൾ ട്യൂബ് ഇടുന്നത്. അപ്പൊ അത് സൈനസ് ഇൻഫെക്ഷൻ വരാൻ ചാൻസ് ഉണ്ടെന്ന്. രണ്ട് കാര്യങ്ങളാണ്, ന്യൂമോണിയ വരാം, ദെൻ സൈനസ് ഇൻഫെക്ഷൻ വരുന്നത്. ഓക്കെ, ക്ലിയർ ആയോ ഇൻഫെക്ഷൻ എന്താണെന്ന്? ഈ ട്യൂബ് ഇടുമ്പോൾ ട്യൂബിനുള്ളിലെ ഫ്ലൂയിഡ്സും അല്ലെങ്കിൽ മ്യൂക്കസ് ഒക്കെ കഫം പോലുള്ളതൊക്കെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് ട്യൂബിനുള്ളിൽ അണുക്കളായിട്ട് മാറും. ഈ അണുക്കൾ നേരെ നമ്മുടെ ലങ്സിലോട്ടാണ് പ്രവേശിക്കുന്നത്. ദെൻ നമ്മളിത് പ്രവേശിക്കുമ്പോൾ അവിടെ ഇൻഫെക്ഷൻ ആയി ന്യൂമോണിയ ആയിട്ട് മാറാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ സൈനസ് ഇൻഫെക്ഷനും ഉണ്ടാകുന്നു. ഓക്കെ, ഇത് വായിച്ചു നോക്കി. ഫസ്റ്റ് വൺ കേട്ടോ, റിസ്ക് ഓഫ് ബീയിങ് ഓൺ വെന്റിലേറ്റർ വായിക്കാം, ഇൻഫെക്ഷൻ മാത്രം ഒന്ന് വായിച്ചു നോക്കാം. സൈനസൈറ്റിസ് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ നിങ്ങള്? സൈനസൈറ്റിസ്, മൂക്കിന്റെ ഉള്ളിൽ അണുബാധ വരുന്നതിനാണ് സൈനസൈറ്റിസ് എന്ന് പറയുന്നത്. അണുബാധ വരുന്നത്, അല്ലെങ്കിൽ നമ്മുടെ മൂക്കിനുള്ളിൽ ടിഷ്യൂകളിലെ കലകളൊക്കെ മീൻസ് ഒരു കലകൾക്ക് വീക്കം സംഭവിക്കുന്നത്.
നമുക്ക് സ്മെല്ലൊന്നും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയൊക്കെ വരും, മൂക്കടപ്പ് അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ വരാം. എന്ന് പറഞ്ഞാല് എന്നിരുന്നാലും എന്നൊക്കെ നമ്മൾ പറയൂലേ, അതായത് ഇപ്പോ അതായത് വെന്റിലേറ്റർ നമ്മളുടെ ജീവൻ രക്ഷിക്കുന്നു എന്നാലും എന്നൊക്കെ ഇപ്പൊ നമ്മൾ പറയില്ലേ, മലയാളത്തിൽ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കപ്പെടും പറയൂലേ, എന്നാലും അതിന് ദോഷമുണ്ടെന്ന് പറയും അല്ലെ. ഗുണമുണ്ട് എങ്കിലും അതിന് ദോഷമുണ്ടെന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ ഒരു ടേം. ഓക്കെ, ഇൻഫെക്ഷൻ ക്ലിയർ ആണോ? ഇനി നെക്സ്റ്റ് എടുക്കാലോ, ഇറിറ്റേഷൻ. അടുത്തത് ഇറിറ്റേഷൻ നോക്കാം. The breathing tube can tap against irritate the throat or lungs. It can also make it hard to cough. അല്ലെ, അതായത് ട്യൂബ് ഇങ്ങനെ നമ്മളുടെ തൊണ്ടയിൽ കൂടിയും ലങ്സിൽ കൂടിയൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇറ്റ് ഹാർഡ് ടു കഫ്, നമുക്ക് കഫ് ചുമക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇങ്ങനെ ട്യൂബ് പോയേക്കണല്ലേ, ട്യൂബ് ഇടുമ്പോഴുള്ള അവസ്ഥ അറിയാലോ, നമുക്കൊന്ന് ചുമക്കാനോ അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ട്യൂബ് ഇടുന്ന അവസ്ഥ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മള് കോവിഡ് ടൈമൊക്കെ വന്നപ്പോ കോവിഡ് ടെസ്റ്റ് ചെയ്തത് ഓർമ്മയുണ്ടോ? എങ്ങനെയാ ടെസ്റ്റ് ചെയ്തത്? എങ്ങനെയായിരുന്നു അപ്പോഴത്തെ ഒരു അനുഭവം അല്ല, ഒരു ഫീൽ തന്നെ ചോദിക്കാം അല്ലെ. എങ്ങനെയായിരുന്നു കോവിഡ് ടെസ്റ്റ് ചെയ്തത്? മൂക്കിൽ കൂടി അല്ലെങ്കിൽ വായിൽ നിന്നും ചെറിയൊരു നേർത്തൊരു ട്യൂബ് പോലത്തെ സംഭവം ഇട്ടിട്ടല്ലേ നമ്മളുടെ ആ ഫ്ലൂയിഡ് എടുക്കുന്നത്, ഓർക്കണുണ്ടോ? ഓക്കെ, അപ്പോ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയോ? നല്ല രീതിയിലുള്ളൊരു ഇറിറ്റേഷൻ ഉണ്ടായിരുന്നു. ഇറിറ്റേഷൻ തോന്നിയോ? അല്ലെങ്കിൽ എല്ലാവർക്കും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല? തോന്നിയില്ലേ? മൂക്കിലൂടെ ട്യൂബ് ഇട്ടപ്പോ അത് അത്രയും ഒരു സെക്കൻഡോ 2 സെക്കൻഡോ മാത്രം മതി അല്ലെ, ആ ഒരു ചെറിയ ഫ്ലൂയിഡ്സിന് നമ്മുടെ ഒരു സ്രവം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ട്യൂബ് ഇട്ടത്. അപ്പൊ എല്ലാവർക്കും നല്ല അനുഭവമായിരുന്നു അത്, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നോ? ഭയങ്കര ഇറിറ്റേഷൻ തോന്നിയില്ലേ? നല്ല ഇറിറ്റേഷൻ ഉണ്ടായി അല്ലെ എല്ലാവർക്കും അത്. അപ്പൊ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മളത് ഒരു 1-2 സെക്കൻഡിനാണ് നമ്മൾ ആ ഒരു ഇറിറ്റേഷൻ നമുക്ക് തോന്നിയത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ വെന്റിലേറ്ററിൽ കിടക്കുന്ന പേഷ്യൻസ്, അവര് ഫുൾ ടൈം ഈ ട്യൂബ് ഇട്ട് കിടക്കുന്ന പേഷ്യൻസ് ആണ് അല്ലെ, എത്രത്തോളം അവർ ഇറിറ്റേഷൻസ് അനുഭവിക്കുന്നുണ്ടാകും? ചിന്തിച്ചിട്ടുണ്ടോ? നമുക്ക് 1 സെക്കൻഡ് അല്ലെങ്കിൽ 2 സെക്കൻഡ് ഒന്ന് ടെസ്റ്റിന് വേണ്ടി ചെയ്തപ്പോ പോലും സഹിക്കാൻ പറ്റുന്നില്ല അല്ലെ. നമുക്കൊന്ന് ചുമക്കാനോ, നമുക്ക് പെട്ടെന്ന് തുമ്മാൻ വരും, ആ സമയത്ത് ചുമക്കാൻ വരും ഇല്ലേ, വന്നില്ലേ? അങ്ങനെ ചെയ്തപ്പോൾ ടെസ്റ്റ് ചെയ്തപ്പോ ചുമ വരും, ചിലപ്പോ ചില ആളുകൾക്ക് തുമ്മാൻ വരും അല്ലെ, തുമ്മാൻ തോന്നും, അങ്ങനെയൊക്കെ കാര്യങ്ങള്. സോ അപ്പോ എത്രത്തോളം അതിലുപരി നമ്മള് ബ്രീത്തിങ് ട്യൂബ് വെച്ച് കിടക്കുന്ന പേഷ്യൻസിന് എന്തോരം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരും അല്ലെ, ആണ് ഇറിറ്റേഷൻസിൽ പറയുന്നത്. Then next one, vocal cord issues. നോക്കാട്ടോ, vocal cord issue പറയുന്നത് a breathing tube goes through the voice box. ഈ breathing tube directly പോകുന്നത് വോയിസ് ബോക്സിലേക്കാണ്. Then which consist of vocal cord. ഈ വോയിസ് ബോക്സിന് ഉള്ളിൽ കൺസിസ്റ്റ് ചെയ്യുന്നതാണ് vocal cord എന്ന് പറയുന്നത്. Then this is why the patient cannot speak when being on a ventilator. Vocal cord എന്ന് പറഞ്ഞാൽ നമ്മുടെ സൗണ്ട് ഒക്കെ പുറപ്പെടുവിക്കുന്ന ഭാഗമാണ്. അപ്പൊ ഈ vocal കോഡിനുള്ളിലോട്ടൊക്കെയാണ് ഇത് പ്രവേശിക്കുന്നത്, ഈ ട്യൂബ്. സോ പേഷ്യൻസിന് എന്ത് ചെയ്യാൻ പറ്റില്ല? സംസാരിക്കാൻ പറ്റില്ല. The breathing tube can harm the voice box. ഈ ബ്രീത്തിങ് ട്യൂബ് നമ്മുടെ വോയിസ് ബോക്സിനും ദോഷം ചെയ്യുന്നു. ട്യൂബ് ഇങ്ങനെ കണ്ടിന്യൂസ് ഇട്ടേക്കുകയാണല്ലോ, സോ നമ്മുടെ വോയിസ് ബോക്സിനും അത് ദോഷം ചെയ്യും. നമുക്ക് സംസാരമൊക്കെ ചിലപ്പോ അധിക കാലം, നീണ്ട കാലയളവിൽ ഒരു പേഷ്യന്റ് വെന്റിലേറ്റർ ഒക്കെ ആണെങ്കിൽ നമ്മുടെ വോയിസ് ബോക്സിന് ഹാം ചെയ്യുമെന്ന്, അതായത് ദോഷം വരുത്തുന്നു. ചിലപ്പോൾ സംസാരം തിരിയാത്ത രീതിയിലൊക്കെ ആകാം, അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ ഫ്യൂച്ചറിൽ വരാം. ഇത് പറയുന്നത് അധികം പ്രോഗ്ലോങ്ഡ് പീരീഡിൽ, നീണ്ട കാലയളവിൽ വെന്റിലേറ്റർ ഉപയോഗിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള കേസസിൽ വരുന്നത്. മേ ബി 1-2 ദിവസമൊക്കെയാണ് നമ്മൾ വെന്റിലേറ്റർ പേഷ്യന്റ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. ഓക്കെ, the next one, pulmonary edema. Pulmonary edema നല്ല പേരാണെന്നൊക്കെ കേൾക്കുമ്പോ വിചാരിക്കും അല്ലെ. നോക്കാം, the air sacs in the lungs can get filled up with fin. ആണോ ടെക്സ്റ്റിൽ കിടക്കുന്നത്? ആണോ? ഫിൻ ആണോ? ഫ്ലൂയിഡ് എന്നാക്കാം കേട്ടോ, അത് അവിടെ മിസ്റ്റേക്ക് ഉണ്ട്. ഫിൻ അല്ല, ഫ്ലൂയിഡ് എന്നാക്കാം. ഫ്ലൂയിഡ് എന്നാക്കാം, ഫിൻ അല്ല, ഫ്ലൂയിഡ്. FLUID, ഫ്ലൂയിഡ്.
ഫ്ലൂയിഡ് എന്നാക്കിയോ. The air sacs in the lungs can get filled up with fluid. ശ്വാസകോശത്തില നമ്മുടെ ഒരു ശ്വാസകോശത്തിനുള്ളില ഫ്ലൂയിഡ്സ് വന്ന് നിറയുന്ന ഒരു അവസ്ഥ. എയർ സാക്സ് എന്ന് വെച്ചാൽ വായു, ശ്വാസകോശത്തില് വായു സഞ്ചിയില് ഫ്ലൂയിഡ് വന്ന് ഒരുപാട് ഫ്ലൂയിഡ് വന്ന് ഓവർലോഡ് ആകുന്ന ഒരു അവസ്ഥയാണ് പൾമണറി എഡീമ എന്ന് പറയുന്നത്. ഫ്ലൂയിഡ് വന്ന് നിറയുക ശ്വാസകോശത്തിനുള്ളില്. Then next one, blood clots. Blood clot ആകുന്നത്. Laying in the same position for a long time can enhance the risk of blood clot forming. വെന്റിലേറ്റർ എന്ന് പറയുമ്പോൾ പേഷ്യന്റ് എപ്പോഴും ഒരേ പൊസിഷനിലാണ് കിടക്കുന്നത്. പേഷ്യന്റിന് ഒന്ന് എണീറ്റിരിക്കാനോ തിരിഞ്ഞു കിടക്കാനോ മറിഞ്ഞു കിടക്കാനോ ഒന്ന് ചരിയാനോ ഇരിക്കാനോ ഒന്നും പറ്റില്ല. എന്തുകൊണ്ടാണ് പറ്റാത്തത്? ട്യൂബ് ഇട്ടിരിക്കുകയാണ് അല്ലെ. സോ അനങ്ങാനും ചെറിയാനും ഒന്നും പറ്റില്ല. കിടക്കുന്നത് ഏത് പൊസിഷൻ ആണോ ആ പൊസിഷൻ, സെയിം പൊസിഷനിൽ തന്നെയാണ് ആ പേഷ്യന്റ് കിടക്കുന്നത്. സോ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവില്ല ബോഡിയിൽ. ഇല്ലേ, ഇപ്പൊ നമ്മള് നല്ല രീതിയിൽ വർക്ക് ചെയ്യുമ്പോൾ മാത്രമേ നമ്മുടെ ബോഡിയിൽ ബ്ലഡ് സർക്കുലേഷൻ നടക്കുന്നുള്ളൂ. നമ്മൾ അനങ്ങാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. കിടന്ന് കിടപ്പുള്ള പേഷ്യൻസിനൊക്കെ നമ്മൾ പറയും ബ്ലഡ് ഒക്കെ ക്ലോട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്, ബ്ലഡ് സർക്കുലേഷൻ ഇല്ല, പുറമൊക്കെ പൊട്ടൊക്കെ ചെയ്യും. ഇല്ല, ഒരുപാട് കാലങ്ങളിൽ കിടപ്പായിട്ടുള്ള പേഷ്യൻസിന് കാണാറില്ല നമ്മള് സ്കിന്നൊക്കെ പെട്ടെന്ന് തന്നെ അവരുടെ പൊട്ടുക, അല്ലെങ്കിൽ ബ്ലഡ് സർക്കുലേഷൻ ഇല്ല അവരുടെ ബോഡിയിൽ. കാരണം അനങ്ങുന്നില്ലല്ലോ, ഒരേ സെയിം പൊസിഷനിൽ തന്നെയാണ് കിടക്കുന്നത്. സോ ബ്ലഡ് സർക്കുലേഷനും ഉണ്ടാവില്ല, ബ്ലഡ് ക്ലോട്ട് ആകാനും ചാൻസ് ഉണ്ട്. ഓക്കെ, ഇത്രയുമാണ് കോമൺ റിസ്ക് എന്ന് പറയുന്നത്. ഇൻഫെക്ഷൻ, ഇറിറ്റേഷൻ, ഒപ്പക്കോഡ്, പൾമണറി എഡീമ, ബ്ലഡ് ക്ലോട്ട്സ്. 5 എന്ന് പറയുന്നത് ഒന്ന് വായിച്ചു നോക്കുക. 5 ഒന്ന് വായിക്കാം കേട്ടോ. ഇൻഫെക്ഷൻ, ഇറിറ്റേഷൻ. ഫ്ലൂയിഡ് എടുത്ത് ചെയ്യേണ്ടത് പൾമണറി എഡീമ എന്ന് പറഞ്ഞ പോയിന്റില്ല, ലാസ്റ്റ് വേർഡ് കണ്ടോ. ഫിൽഡ് അപ്പ് വിത്ത് ഫിന്നാണ് കിടക്കുന്നത്, അത് വെട്ടിക്കൊണ്ട് ഫ്ലൂയിഡ് എന്നാക്കാം. ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ബ്രീത്തിങ് ട്യൂബ് ഇൻഫെക്ഷൻ ആണ്. ട്യൂബ് ഇടുമ്പോൾ ട്യൂബിൽ നിന്നുള്ള ഇൻഫെക്ഷൻ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ തൊണ്ടയിലും നമ്മുടെ വിൻഡ് പൈപ്പിലും ഫ്ലൂയിഡ്സും അതുപോലെ തന്നെ മ്യൂക്കസ്, കഫമൊക്കെ ഇല്ലേ, അത് ഭയങ്കരമായിട്ട് നിറയും. നമ്മുടെ തൊണ്ടയിലേക്ക് ഇങ്ങനെ കഫം കിട്ടുമ്പോൾ ഇതൊക്കെ ട്യൂബ് ഇട്ടൊക്കെയാണല്ലോ. ട്യൂബിനുള്ളിലോട്ട് ഈ കഫവും എല്ലാം കൂടി നിറഞ്ഞിട്ട് അത് അണുക്കളായിട്ട് മാറും, ജംസ് ആയി മാറും. ദെൻ ഈ ബ്രീത്തിങ് ട്യൂബിനുള്ളിൽ കൂടി ഈ അണുക്കൾ നേരെ നമ്മുടെ ലങ്സിലോട്ടാണ് പോകുന്നത്. ലങ്സിൽ പോകുമ്പോൾ ലങ് ഇൻഫെക്ഷൻ ആകുന്നു. ലങ് ഇൻഫെക്ഷൻ ആകുമ്പോൾ അത് ന്യൂമോണിയ ആയിട്ട് മാറുന്നു. ദെൻ സൈനസ് ഇൻഫെക്ഷൻ, മൂക്കിലും ഇൻഫെക്ഷൻസ് വരാമെന്ന്. മൂക്കിൽ ട്യൂബ് ഇട്ടൊക്കെയാണല്ലോ, അപ്പൊ ഇങ്ങനെ മൂക്കിൽ ട്യൂബിനുള്ളിൽ ഇങ്ങനെ അണുക്കളൊക്കെ ഇട്ട് അണുക്കൾ വരുമ്പോൾ എന്ത് പറ്റും? അവിടെയും സൈനസ് ഇൻഫെക്ഷൻ, മൂക്കിലും ഇൻഫെക്ഷൻ വരുന്നു. ദെൻ ട്യൂബിൽ കൂടി ഇൻഫെക്ഷൻസ് ഡയറക്ട്ലി ലങ്സിൽ ചെല്ലുമ്പോൾ ലങ്സിലും ന്യൂമോണിയ ഡെവലപ്പ് ചെയ്യുന്നു. ന്യൂമോണിയ എന്ന് പറഞ്ഞാൽ ലങ് ഇൻഫെക്ഷൻ ആകുമ്പോൾ വരുന്നത്. ക്ലിയർ ആണോ? ഇൻഫെക്ഷൻ ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ.
കംപ്ലീറ്റ് ചെയ്തു എല്ലാവരും? മൊഡ്യൂൾ വൈസ് എക്സാം എങ്ങനെയാണ് നിങ്ങൾക്ക് ഇൻഫോർമേഷൻ തന്നിരുന്നോ? എക്സാം ഉണ്ടെങ്കിൽ അതിക്ക് മുമ്പ് ഇൻഫോർമേഷൻസ് തരും കേട്ടോ, അറിയിക്കും കേട്ടോ. മൊഡ്യൂൾ വൈസ് എക്സാം എന്നാണോ നിങ്ങളോട് പറഞ്ഞിരുന്നത്? അങ്ങനെയാണോ? മൊഡ്യൂൾസ് ഒരു മൊഡ്യൂൾ കംപ്ലീറ്റ് ആയിട്ടില്ലല്ലോ, ഇനിയുണ്ട് അല്ല? ഓക്കെ, നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ ഇൻഫോർമേഷൻസ് അറിയിക്കും കേട്ടോ എക്സാമിനെ കുറിച്ചിട്ടുള്ളത്. 3 months. ഓക്കെ, പിക്ചർ ക്ലിയർ ആണോ എല്ലാവർക്കും? പിക്ചർ കാണുന്നുണ്ട് എല്ലാവരും? ഓക്കെ, ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങളുടെ ചെറിയൊരു പിക്ചർ കുറച്ചും കൂടി നിങ്ങൾക്ക് ക്ലിയർ ആവാൻ വേണ്ടി ടീച്ചർ എടുത്തിട്ടുണ്ട്. ഒന്ന് കുറച്ച് കാര്യങ്ങൾ പറയാം കേട്ടോ. ഓക്കെ, നമ്മൾ ഫസ്റ്റ് വൺ പറഞ്ഞു ഇൻഫെക്ഷൻ. കണ്ടോ, വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ. നമ്മൾ പറഞ്ഞു പേഷ്യന്റ് പിക്ചർ ചെറുതാണ് കേട്ടോ, അത് വലുതാക്കിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോ രണ്ട് പിക്ചർ ആയിട്ട് കിടക്കുന്നുണ്ട്. ഓക്കെ, കണ്ടോ, വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ. നമ്മൾ പറഞ്ഞു എൻഡോട്രയാക്കിൽ ട്യൂബ് പോയിരിക്കുകയാണ്, പേഷ്യൻസിന്റെ വായിൽ കൂടി ട്യൂബ് പോയിരിക്കുകയാണ്. ദെൻ ഈ ട്യൂബിൽ കൂടി ജംസ്. കണ്ടോ, അടുത്തത് കണ്ടോ, പിക്ചർ ക്ലിയർ ആണോ? ക്ലിയർ ആണോ? കുഴപ്പമില്ലല്ലോ, കാണാനോ? കണ്ടോ, ഈ ട്യൂബിനുള്ളിൽ കൂടി ജംസ് പോയിട്ട് നേരെ ലങ്സിലോട്ട് ഈ ജംസുകൾ വരുന്നു. കണ്ടോ, ഒരു യെല്ലോ കളർ കാണിക്കുന്നതാണ് ഈ ജംസുകൾ. ഓക്കെ, അതെ, അപ്പൊ നമ്മുടെ ശ്വാസകോശത്തിനുള്ളിലേക്ക് പോയിട്ട് അവിടെ ന്യൂമോണിയ ആയിട്ട് മാറുന്നു. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കിയേ, വോക്കൽ കോഡ് ഇഷ്യൂ. കണ്ടോ, ഇതാണ് നമ്മുടെ തൊണ്ടയിൽ നിന്നും പോയിരിക്കുന്ന സൗണ്ട്സിന്റെ ഇതാണ് വോക്കൽ കോഡ് എന്ന് പറയുന്നത്. കണ്ടോ, ട്രാക്കിയ, ലാറിങ്സ്. വോക്കൽ കോഡിലും പ്രശ്നങ്ങൾ നമ്മൾ പറഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ഇൻഫെക്ഷൻ ആകുമ്പോൾ വോക്കൽ കോഡ് ഇഷ്യൂസ് വരുന്നു അല്ലെ. അതായത് നമ്മൾ പറഞ്ഞു സംസാരിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട് വരുന്നു അല്ലെ, കനോട്ട് സ്പീക്ക്. വോക്കൽ കോഡ് ഇഷ്യൂസ് ഉണ്ടാകുന്നത്. ബ്രീത്തിങ് ട്യൂബ് ഇതിനുള്ളിൽ കൂടിയാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ചുമക്കാനോ അല്ലെങ്കിൽ സംസാരിക്കാനോ ഒന്നും പറ്റാത്തൊരു അവസ്ഥ. അത് വോയിസ് ബോക്സിനെയും ദോഷം ചെയ്യുന്നു. ബ്ലഡ് ക്ലോട്ട് ആകുന്ന ഒരു അവസ്ഥയാണ്. നോക്കി, ഇതാണ് ഒരു ഹെൽത്തി ബ്ലഡ് ഫ്ലോ എന്ന് പറയുന്നത്. ഒരു നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ നടക്കുന്ന നോർമൽ ഒരു നല്ലൊരു നോർമൽ ശരീരത്തില് അല്ലെങ്കിൽ ആ ഒരു ഹെൽത്തി ബ്ലഡ് ഫ്ലോ ആണ് കാണുന്നത്. കേട്ടോ, ബ്ലഡ് സെൽസുകള്. പക്ഷെ ഒരു വെന്റിലേറ്ററിലാകുമ്പോൾ പൊസിഷൻ ഒരേ പൊസിഷൻ ആയതുകൊണ്ട് ബ്ലഡ് സർക്കുലേഷൻ നടക്കുന്നില്ല. അങ്ങനെ വരുമ്പോൾ ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്നു. കേട്ടോ, ഒരുമിച്ച് ഇങ്ങനെ ക്ലോട്ട് ചെയ്തിട്ട് കട്ട കുത്തി നിൽക്കുന്ന ഒരവസ്ഥ, ബ്ലഡ് ക്ലോട്ട് ആകുന്നു. ഓക്കെ, നെക്സ്റ്റ് വൺ പൾമണറി എഡീമ. നമ്മൾ കണ്ടു ശ്വാസകോശത്തിനുള്ളിലുള്ള ഫ്ലൂയിഡ്സുകൾ വന്ന് നിറയുന്ന ഒരവസ്ഥ. കണ്ടോ, എഡീമ ഫ്ലൂയിഡ് കണ്ടോ, കഫം പോലെ ഒരു വൈറ്റ് ഷെയ്ഡ് പോലെ ഒരു പുക അല്ലെ, മഞ്ഞ പോലെയാണ് കാണപ്പെടുന്നത് അല്ലേ. കണ്ടോ, എയർ സ്പേസ്, എയർ സാക്ക് ആണ് നമ്മുടെ ബോഡിയിൽ അല്ലെങ്കിൽ ശ്വാസകോശത്തിനുള്ളിൽ എയർ സാക്സിനുള്ളിൽ പൾമണറി ഫ്ലൂയിഡ്. കണ്ടോ, എഡീമ ഫ്ലൂയിഡ്സ് വന്ന് നിറയുന്ന ഒരവസ്ഥ. കണ്ടോ, ക്ലിയർ ആണോ പിക്ചർ? പിക്ചർ നന്നായിട്ട് നോക്കാട്ടോ, നമ്മള് പഠിച്ച കാര്യങ്ങളാണ്. ഫ്ലൂയിഡ്സ് വന്ന് നിറയുന്ന ഒരവസ്ഥ. ഓക്കെ, ഇതൊരു വെന്റിലേറ്ററിന്റെ പിക്ചർ ആണ് കേട്ടോ. കണ്ടോ, ഒരു വെന്റിലേറ്റർ എന്ന് പറയുമ്പോൾ ഒത്തിരി മോണിറ്ററിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത്. പിക്ചർ കണ്ടപ്പോ കുറച്ചും കൂടി ക്ലാരിഫിക്കേഷൻ ഒക്കെ കിട്ടിയ എല്ലാവർക്കും? ക്ലിയർ ആണോ?
ഓക്കെ, അപ്പൊ ഇനി അടുത്തത് ഒരു ചെറിയൊരു സെക്ഷനും കൂടി ഉള്ളൂ. ഇനി എടുത്ത് ടീച്ചർ ബോറാക്കണില്ല. ഇത്രയും മതിയില്ലേ ക്ലാസ്? മതിയോ? ഒരുപാട് എടുത്തിട്ടുണ്ടെങ്കിൽ ടീച്ചർ നിങ്ങളെ പഠിപ്പിച്ച് അല്ലേ ചാപ്റ്റർ കുറച്ച് ഭാഗം കൂടി ഉള്ളൂ, കുഴപ്പമില്ല, നമുക്കത് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. മതിയില്ലേ? മതിയോ? റിപ്ലൈ കേട്ടോ, റിപ്ലൈ നിങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ കമന്റ് നിങ്ങൾക്ക് പറയാനായിട്ടുള്ള ഒരു അവസരം കേട്ടോ. ഓക്കെ, എന്തായാലും ബോറിംഗ് തോന്നിയോ? കുറച്ച് കൂടുതൽ എടുത്തു, കണ്ടിന്യൂ ചെയ്തതാണ്. ബോറിംഗ് ഉണ്ടായിരുന്നോ? കുഴപ്പമില്ലല്ലോ, സഹിക്കുക അല്ലേ? ഓക്കെ, ചുമക്കുമ്പോൾ ഉണ്ടാവുന്നതല്ല എഡീമ, ഫ്ലൂയിഡ് വന്ന് നിറയുന്ന ഒരവസ്ഥ കേട്ടോ. ഓക്കെ, അപ്പോ ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കി സെക്ഷൻ എടുക്കുക. ഇനി അടുത്ത ക്ലാസ് ഉണ്ടായിരിക്കില്ല, കാരണം അശ്വതി മാമിന്റെ പീരീഡ് ആണ്. അപ്പൊ ഞാൻ കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് എടുത്തത്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ് ഇല്ല, ക്ലാസ് കഴിഞ്ഞു കേട്ടോ. ഓക്കെ, അപ്പോ എടുത്തത്രയും ക്ലിയർ ആയിട്ട് കുറച്ചധികം നമ്മൾ ഇന്ന് എടുത്തിട്ടുണ്ട്. അപ്പൊ അതനുസരിച്ചിട്ട് കുറച്ചധികം തന്നെ പഠിക്കാം. ഓക്കെ, താങ്ക് യു.